അടുത്ത ഭാഗം ടു എംപ്ലോയേഴ്സ് എന്ന ഭാഗമാണ്. അത് റോയൽ വായിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് റോമൽ വായിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. റോമൽ പ്ലീസ്. അധ്യായം 10. അധ്യായം 10 വായിക്കുന്നത് ഇന്ന്. പേജ് 140. അധ്യായം 10 തൊഴിലുടമകളോട്. തൻ്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം വൻ ബിസിനസ്സിൽ ചെലവിട്ട ഇക്കാലത്തെ നിരവധി ബിസിനസ്സുകാരിൽ ഒരാളെ ഞാൻ അനുസ്മരിക്കുന്നു. നൂറുകണക്കിന് ആളുകളെ പണിയെടുക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അയാൾ. ഒരു തൊഴിലുടമ കാണുന്ന രീതിയിൽ തന്നെ അയാൾക്ക് ഒരു മദ്യപനെ അറിയാം. അയാളുടെ ഇപ്പോഴത്തെ ചിന്താഗതി എല്ലായിടത്തുമുള്ള ബിസിനസ്സുകാർക്കും പ്രയോജനപ്രദമായിരിക്കും. പക്ഷേ അയാൾ തന്നെ പറയട്ടെ. 6600 തൊഴിലാളികൾ പണിയെടുത്തിരുന്ന ഒരു കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് മാനേജറായിരുന്ന ഒരു കാലത്ത് ഞാൻ ഒരു ദിവസം എൻ്റെ സെക്രട്ടറി വന്ന് എന്നോട് പറഞ്ഞു, ഒരു മിസ്റ്റർ ബി എന്നെ കാണണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നുവെന്ന്. എനിക്കതിൽ താല്പര്യമില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഞാൻ പലതവണ അയാളെ താക്കീത് ചെയ്തിരുന്നതാണ്, അയാൾക്ക് ഇനിയൊരവസരം കൂടിയില്ല എന്ന്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഹാർട്ട്ഫോർഡ് എന്ന സ്ഥലത്തു നിന്നും അയാൾ അടുപ്പിച്ച് 2 ദിവസം എന്നെ വിളിച്ചിരുന്നു. മൂക്കറ്റം കുടിച്ചിരുന്നതുകൊണ്ട് അയാൾക്ക് സംസാരിക്കാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല. അയാളെ എന്നേക്കുമായി ജോലിയിൽ നിന്നും പിരിച്ചുവിടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫോണിൽ വിളിക്കുന്നത് മിസ്റ്റർ ബി അല്ലായിരുന്നുവെന്ന് എൻ്റെ സെക്രട്ടറി മടങ്ങുമെന്ന് പറഞ്ഞു. അയാളുടെ സഹോദരനായിരുന്നു വിളിച്ചത്. അയാൾക്ക് എന്നെ ഒരു വിവരം ധരിപ്പിക്കാനുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും കരുതിയത് അയാൾ കാരുണ്യം അപേക്ഷിച്ച് വന്നിരിക്കുന്നു എന്നാണ്. പക്ഷേ റിസീവറിൽ നിന്നും കേട്ട ശബ്ദം താഴെ പറയും പ്രകാരമാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഹാർട്ട്ഫോർഡിൽ വെച്ച് ഒരു ഹോട്ടലിന്റെ ജനലിലൂടെ പോൾ എടുത്തു ചാടി എന്ന വിവരം പറയണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. നിങ്ങളാണ് ഏറ്റവും നല്ല യജമാനൻ എന്നും യാതൊരു രീതിയിലും നിങ്ങളെ കുറ്റപ്പെടുത്തരുതെന്നും എന്നും അയാൾ ഹാർട്ട്ഫോർഡിലേക്ക് പോകും മുമ്പ് ഒരു കത്തെഴുതി വെച്ചിരുന്നു. മറ്റൊരവസരത്തിൽ എൻ്റെ മേശപ്പുറത്ത് കിടന്നിരുന്ന ഒരു കത്ത് ഞാൻ തുറന്നപ്പോൾ ഒരു പത്രത്തിന്റെ കഷ്ണം താഴെ വീണു. അതെനിക്കുണ്ടായിരുന്ന ഏറ്റവും നല്ല സെയിൽസ്മാന്റെ ചരമക്കുറിപ്പായിരുന്നു. 2 ആഴ്ച തുടരെ കുടിച്ചതിന് ശേഷം അയാളുടെ കാലിന്റെ പെരുവിരൽ ഒരു നിറച്ച തോക്കിന്റെ കാഞ്ചിയിലും തോക്കിന്റെ കുഴലറ്റം അയാളുടെ വായ്ക്കകത്തും വെച്ച് നിറയൊഴിച്ചു. 6 ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ അയാളെ കുടിക്കുന്നതിന്റെ പേരിൽ പിരിച്ചുവിട്ടിരുന്നു. ഇനി മറ്റൊരനുഭവം. വളരെ ദൂരെ വെർജീനിയയിൽ നിന്ന് ഒരു സ്ത്രീയുടെ ദുർബലമായ ശബ്ദം ഒഴുകിയെത്തി. അവൾക്കറിയേണ്ടിരുന്നത് അവളുടെ ഭർത്താവിന്റെ കമ്പനി ഇൻഷുറൻസ് ഇപ്പോഴും നിലവിലുണ്ടോ എന്നായിരുന്നു. അന്നേക്ക് 4 ദിവസം മുമ്പ് അയാളുടെ വീടിനോട് ചേർന്നുള്ള വിറകുപുരയിൽ തൂങ്ങിച്ചത്തിരുന്നു. അയാൾ വളരെ സമ്മർദ്ദനും ജാഗ്രതയുള്ളവനും ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഓർഗനൈസറും ആയിരുന്നു. അമിതമായ കുടി മൂലം അയാളെ പിരിച്ചുവിടാൻ ഞാൻ നിർബന്ധിതനായി. ഈ 3 പ്രത്യേക മനുഷ്യർ ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാവുന്നതുപോലെ മദ്യപാനശക്തി എന്നത് രോഗമാണെന്നറിയില്ലായിരുന്നു. എന്തൊരു വിധി വൈപരീത്യം! ഞാൻ സ്വയം ഒരു അമിത മദ്യപാനിയായി തീർന്നു. എന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ഒരു മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും നേരത്തെ പറഞ്ഞവരുടെയൊക്കെ കാൽപ്പാടുകൾ പിന്തുടരുമായിരുന്നു. എൻ്റെ വീഴ്ച എൻ്റെ ബിസിനസ് സമൂഹത്തിന് അറിയപ്പെടാത്ത ആയിരക്കണക്കിന് ഡോളറുകൾ നഷ്ടപ്പെടുത്തുമായിരുന്നു. കാരണം ഒരാളെ ഒരു എക്സിക്യൂട്ടീവ് പദവിയിലേക്ക് പരിശീലിപ്പിച്ചെടുക്കുന്നതിന് കാര്യമായ പണച്ചിലവുണ്ട്. ഇത്തരത്തിലുള്ള അനാവശ്യ ചെലവുകൾ തടസ്സം കൂടാതെ തുടരുന്നു. എല്ലാ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ നല്ല ധാരണയാൽ സഹായിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പല ബിസിനസ് ചട്ടക്കൂടുകളും നാശോന്മുഖമാകുന്നു എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോ നമുക്കറിയാം, അധ്യായം 10 തൊഴിലുടമകളോട്. ലോകം മുഴുവനുള്ള തൊഴിലുടമകൾക്ക് വേണ്ടിയിട്ടാണ് അധ്യായം എഴുതിയിട്ടുള്ളത്. അതിനകത്ത് ഈ അധ്യായം അതുവരെ 9 അല്ലെങ്കിൽ 11 അധ്യായങ്ങളാണ് നമുക്ക് ബിഗ് ബുക്കിലുള്ളത്. ബാക്കിയുള്ള അധ്യായങ്ങളെല്ലാം 10 അധ്യായങ്ങളും ബിൽ ഡബ്ല്യു ആണ് എഴുതിയത്. പക്ഷെ ഈ പറയുന്ന ഒരു അധ്യായം ഹെൻറി പി എന്ന് പറയുന്ന അവിശ്വാസി എന്നുള്ള പേരിൽ പിന്നീട് ബിഗ് ബുക്കിൽ കഥ വന്ന ആളാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ തെളിവായിട്ട് പാസിറ്റോണ് പേജ് നമ്പർ 200 പാസിറ്റോണിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ബിൽ റോട്ട് അറ്റ്ലീസ്റ്റ് 10 ഓഫ് ദ ഓപ്പണിംഗ് ചാപ്റ്റേഴ്സ് ഓഫ് ദ ബുക്ക്. അതായത് ബില്ലാണ് ആദ്യത്തെ 10 അധ്യായങ്ങള് ബിഗ് ബുക്കിലെ 10 അധ്യായങ്ങൾ എഴുതിയത്. There is some reason to believe that 2 employees may have been written by Hank. അതുകൊണ്ട് 2 employees written by ഹാങ്ക് ആണ് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ബട്ട് there is no doubt about the authorship of 2 wives. അപ്പം 2 wives എഴുതിയത് ബിൽ ഡബ്ല്യു തന്നെയാണെന്നുള്ളതിന് നമുക്ക് സംശയത്തിന്റെ ലെവലേഷൻ സാധ്യതയില്ല. ഓഫ് ദാറ്റ് ചാപ്റ്റർ ലൂയിസ് said, അതിനെപ്പറ്റി ലൂയിസ് പറയുന്നത്, ബിൽ റോട്ട് ഇറ്റ്, ബില്ലാണ് ഇത് എഴുതിയത്, ആൻഡ് ഐ വാസ് മാഡ്, ഞാൻ മാഡായി. ഷീ ആഡഡ്, എന്തുകൊണ്ടെന്നാൽ ഐ വാസ് ഇൻ സോ മച്ച് മാഡ് as hurt
ഞാൻ അങ്ങനെ വളരെയധികം ദ്രോഹിക്കുന്ന രീതിയിൽ ഇതായില്ല, ഭ്രാന്തമായില്ല. ഐ സ്റ്റിൽ ഡോണ്ട് നോ വൈ ബിൽ റോട്ട് ഇറ്റ്. എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്തുകൊണ്ടാണ് ബിൽ ആദ്യമായി എഴുതാൻ പോയത്. ഐ ഹാവ് നെവർ റിയലി ഗോട്ടൺ ഓൺ ടു ഇറ്റ്. എനിക്ക് ഒരു തരത്തിലും അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. വൈ ഹി ഇൻസിസ്റ്റഡ് അപ്പോൺ റൈറ്റിംഗ് ഇറ്റ്. എന്തുകൊണ്ടാണ് അദ്ദേഹം തന്നെ അത് എഴുതിയത്? ഐ സെഡ് ടു ഹിം, ഞാൻ അവനോട് പറഞ്ഞു, വെൽ ഡു യു വാണ്ട് മീ ടു റൈറ്റ് ഇറ്റ്? ഞാൻ അത് എഴുതാൻ തയ്യാറാകട്ടെ? ആൻഡ് ഹി സെഡ് നോ, അത് വേണ്ടെന്ന് പറഞ്ഞു. ഹി തോട്ട് ഇറ്റ് ഷുഡ് ബി ഇൻ ദ സെയിം സ്റ്റൈൽ അറ്റ് ദ റെസ്റ്റ് ഓഫ് ദ ബുക്ക്. അതായത് ഇത് തീർച്ചയായും ആ സെയിം സ്റ്റൈലിൽ വരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എഴുതിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ടു വൈഫ്സ് ബിൽ ഡബ്ല്യു എഴുതിയതും ഈ ടു എംപ്ലോയീസ് ഹാങ് പി എഴുതിയതാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പിന്നെ ഈ ലൂയിസ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല എന്ന് ചില ചരിത്രകാരന്മാര് ദ റൈറ്റിംഗ് ദ ബിഗ് ബുക്കിൽ ഞാൻ വായിച്ചപ്പോൾ കണ്ടിരുന്നു. എന്തോ ആയിക്കോട്ടെ, അത് നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് ആരാണ് ഹെൻറി, അല്ലെങ്കിൽ ആരാണ് ഹാങ് പി? നമുക്കറിയാം, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നമ്പർ 2 അല്ലെങ്കിൽ ഡോക്ടർ ബോബിന്റെ സ്ഥാനത്ത് വരേണ്ടിയിരുന്ന, നമ്മുടെ സഹസ്ഥാപകനാകേണ്ടിയിരുന്ന ഒരാളാണ് ഹെൻറി. പിന്നീട് 2 വർഷം സോബറായതിനു ശേഷം കുടിച്ചതുകൊണ്ട് മാത്രം ആ പൊസിഷനിലേക്ക് വരാത്ത വലിയ അനുഗ്രഹീതനായ, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിന് ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത, അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിലെ മെമ്പേഴ്സ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരാളാണ് ഹെൻറി പി. കുടിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിനെ നമ്മൾ മറക്കരുത്. പ്രത്യേകിച്ച് എബി താച്ചറും ഹെൻറി പിയും ഒക്കെ അവരുടെ ആദ്യ കാലഘട്ടത്തിൽ നമ്മളുടെ ഈ ഒരു ഫെലോഷിപ്പിനെ, അല്ലെങ്കിൽ കുഞ്ഞു ഫെലോഷിപ്പിനെ, ശൈശവഘട്ടത്തിലെ ഫെലോഷിപ്പിനെ ലോകം മുഴുവൻ എത്തിക്കാനായിട്ട് അവർ നടത്തിയ അക്ഷീണ പരിശ്രമങ്ങളുടെയും ശ്രമങ്ങളുടെയും, അല്ലെങ്കിൽ ബുക്ക് പ്രസിദ്ധീകരണത്തിന് അദ്ദേഹം നടത്തിയ ഒരുപാട് ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് നമ്മളുടെ അടുത്തെല്ലാം ഈ പ്രോഗ്രാം എത്തിയത്. അതുകൊണ്ട് ഹെൻറി പി അല്ലെങ്കിൽ ഹാങ് പി എന്ന് പറയുന്ന ഈ ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെമ്പറെ ഒരു കാലത്ത് നമ്മൾ മറക്കാതിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ 1-2 കാര്യങ്ങൾ, ചരിത്രങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ബുക്കിലേക്ക് പോവാം. ഹാങ് പി വാസ് ബോൺ മാർച്ച് 13, 1895 ഇൻ മാരിയോൺ, ലോവ എന്ന സ്ഥലത്ത്, ലോവയിലെ മാരിയോണിലാണ് 1895 മാർച്ച് 13-നാണ് ഹെൻറി ജനിച്ചത്. ഹി ഈസ് കൺസിഡേർഡ് ടു ബി AN നമ്പർ 2 ഇൻ ദ ന്യൂയോർക്ക് കോണ്ടിൻജന്റ് ഓഫ് ആൽക്കഹോളിക്സ് അനോണിമസ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഭൂപ്രകൃതിയിലെ ന്യൂയോർക്കിലെ 2ാമത്തെ AA മെമ്പർ ആണ് അദ്ദേഹം. ആൻഡ് വാസ് ബിൽസ് ഫസ്റ്റ് സ്പോൺസി. ബില്ലിന്റെ ആദ്യത്തെ സ്പോൺസി ആയിരുന്നു. ഹെൻറി വാസ് ഫ്രം ടിനിയാക്, ന്യൂജേഴ്സി. അദ്ദേഹം ശരിക്കും ടെനിയാക്, ന്യൂജേഴ്സിയിലാണ്. ആൻഡ് കുഡ് ബി കൺസിഡേർഡ് ടു ബി ദ 5th മെമ്പർ ഓഫ് AA ന്യൂജേഴ്സി. AA ക്യാൻ ട്രേസ് ഇറ്റ്സ് റൂട്ട് ടു ഹാങ്. അതായത് ന്യൂജേഴ്സിയിലെ 5 അംഗങ്ങളിൽ ഒരാൾ കൂടിയായിരുന്നു ഇദ്ദേഹം. ഹാങ് ആണ് അവിടെ AAയുടെ വേരുകൾ പാകിയത്. ഹാങ് ഹാഡ് വൺസ് ബീൻ ദ അസിസ്റ്റന്റ് ജനറൽ സെയിൽസ് മാനേജർ ഫോർ സ്റ്റാൻഡേർഡ് ഓയിൽ ഓഫ് ന്യൂജേഴ്സി. ന്യൂജേഴ്സിയിലെ സ്റ്റാൻഡേർഡ് ഓയിൽ കമ്പനിയുടെ അസിസ്റ്റന്റ് ജനറൽ സെയിൽസ് മാനേജർ ആയിരുന്നു ഹാങ്. ആൻഡ് ഹാഡ് ബീൻ ഫയർഡ് ഫോർ ഹിസ് ഡ്രിങ്കിങ്. കുടി മൂലം അവിടെ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു. ബിൽ ഫൗണ്ട് ഹിം ഇൻ സെപ്റ്റംബർ ഓഫ് 1935 ഇൻ ദ ടൗൺസ് ഹോസ്പിറ്റൽ. 1935 ടൗൺസ് ആശുപത്രിയിൽ വെച്ചിട്ടാണ് ബില്ല് സെപ്റ്റംബർ മാസം ഇദ്ദേഹത്തെ കാണുന്നത്. The solution that had worked for him. നമ്മുടെ പരിഹാര മാർഗങ്ങൾ അദ്ദേഹത്തിൽ പ്രവർത്തിച്ചു. ഡോക്ടർ ബോബ് ആൻഡ് ബിൽഡി ഹാങ്, who had been treated numerous times previously at ടൗൺസ്. അപ്പോൾ ഡോക്ടർ ബോബും ബിൽഡിയും ഹാങ്കും ആശുപത്രി ചികിത്സകൾ അതിനു മുമ്പ് ധാരാളം സമയം എടുത്തിട്ടുള്ളതാണ് ടൗൺസ് ഹോസ്പിറ്റൽ. ആൻഡ് വാസ് ആൻ അവോർഡ് എത്തിയസ്റ്റ്. അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു എത്തിയസ്റ്റ് കൂടിയാണ്, അല്ലെങ്കിൽ അവിശ്വാസി കൂടിയാണ്. റിലൂക്റ്റൻ്റ്ലി അക്സെപ്റ്റഡ് ദ സ്പിരിച്വൽ സൊല്യൂഷൻ. പക്ഷേ അദ്ദേഹം ആത്മീയ പരിഹാരം സ്വീകരിച്ചു. ഹിസ് സ്റ്റോറി ദ അൺബിലീവർ വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഫസ്റ്റ് എഡിഷൻ ഓഫ് ദ ബിഗ് ബുക്ക് ആൽക്കഹോളിക്സ് അനോണിമസ്. അതുകൊണ്ട് ഈ അവിശ്വാസി എന്ന് പറയുന്ന അധ്യായം ആദ്യത്തെ എഡിഷനിൽ പ്രസിദ്ധീകരിച്ചു. പിന്നീട് നമ്മൾക്കറിയാം, പിന്നീട് ഇദ്ദേഹം കുടിച്ചു പോയതുകൊണ്ട് നമ്മുടെ ബുക്കിൽ അത് കാണാൻ ഇല്ല. ഹാങ് ഈസ് ഫസ്റ്റ് മെൻഷൻ എ ഡോക്ടേഴ്സ് ഒപ്പീനിയൻ ഓൺ പേജ് XS1X. അതായത് ബില്ലിന്റെ ഡോക്ടറുടെ അഭിപ്രായത്തിൽ XS1X ഇദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. അപ്പോ XS1X നോക്കാം. ഇവർക്കും ഇവരെപ്പോലുള്ള ഒരു മിനിറ്റ്.
ഓക്കെ, ഇവിടെ ഉണ്ട്. എനിക്ക് മാനസികമായ ഉന്മേഷം വരുത്തണമെന്ന് തോന്നുമ്പോഴൊക്കെ ന്യൂയോർക്കിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച ഒരാളുടെ കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഈ രോഗി സ്വന്തമായി തന്റെ രോഗനിർണയം നടത്തിയിട്ടുണ്ടായിരുന്നു. തന്റെ കാര്യം പ്രതീക്ഷയറ്റതാണെന്ന് പറഞ്ഞ അയാൾ മരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ആളൊഴിഞ്ഞ ഒരു വൈക്കോൽ പുരയിൽ ഒളിച്ചിരുന്നു. ഇയാളെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചവർ ഒടുവിൽ അയാളെ കണ്ടുപിടിച്ച് വളരെ വഷളമായ സ്ഥിതിയിൽ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ശാരീരികമായ ശുശ്രൂഷകൾക്ക് ശേഷം ആരോഗ്യം വീണ്ടെടുത്ത അയാൾ തുടർന്ന് എന്നോട് സംസാരിച്ചു. ആ സംഭാഷണത്തിനിടയിൽ അയാൾ ഒരു കാര്യം തുറന്നു പറഞ്ഞു. ആരും നാളിതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ഭാവിയിൽ കുടിക്കുന്നതിനുള്ള തോന്നലിൽ നിന്ന് വിട്ടുനിൽക്കാനാകുന്ന മനഃശക്തി അയാൾക്ക് നൽകാമെന്ന് ഉറപ്പ് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്റെ ചികിത്സ ഒരു വൃദ്ധശ്രമമായിരിക്കും അയാൾ കരുതുന്നതായി എന്നോട് പറഞ്ഞു. ഇയാളുടെ മദ്യപാനാസക്തി വളരെ സങ്കീർണവും അയാളുടെ വിഷാദം വളരെ വലുതുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ കാലത്ത് ധാർമ്മിക മനഃശാസ്ത്രം എന്ന് വിളിച്ചിരുന്ന മാർഗമായിരിക്കും അയാൾക്ക് പ്രത്യാശയ്ക്കുള്ള ഏക കാര്യമെന്ന് ഞങ്ങൾ കരുതി. അതുപോലും എന്തെങ്കിലും തരത്തിലുള്ള ഫലപ്രദമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾ സംശയമുള്ളവരായിരുന്നു. എന്തായാലും ഈ ഗ്രന്ഥത്തിലെ ആശയങ്ങൾ അയാളെ സ്വാധീനിച്ചു. നിരവധി വർഷങ്ങളോളം അയാൾ കുടിക്കാതിരുന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞാൻ അയാളെ കാണുന്നുണ്ട്. ആരും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല മനുഷ്യകോലത്തിനാണ് അയാൾ. ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരിക്കലും അദ്ദേഹം അത് ലോങ് ടൈം ഹാസ് പാസ് വിത്ത് നോ റിട്ടേൺ ഔട്ട്, ഒരു വലിയ ദീർഘകാലം പിന്നീട് അദ്ദേഹം കുടിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ സിൽക്കോർത്ത് ഡോക്ടറുടെ അഭിപ്രായത്തിലെ അവസാന ഭാഗത്ത് ഹെൻറി പേറ്റി പറയുന്നത്. ഹാങ് ഈസ് അഗെയിൻ മെൻഷൻ ഇൻ ദ ചാപ്റ്റർ എ വിഷൻ ഫോർ യു. അതായത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീക്ഷണം. ഇനി നമ്മൾ പറയാൻ പോകുന്ന, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ പറയാൻ പോകുന്ന 163 പേജിൽ ഇദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. എ മെമ്പർ ലിവിംഗ് ഇൻ എ ലാർജ് കമ്മ്യൂണിറ്റി, ഒരു വലിയ സമൂഹത്തിൽ ജീവിച്ചിരുന്ന ഒരാളെ പറ്റി. ദിസ് റെഫേഴ്സ് ടു ഹാങ്സ് ഹോംസ് ഓൺ ന്യൂ ഫൾട്ടൺ സ്ട്രീറ്റ് ഇൻ അപ്പർ മോൺക്ലിയർ where he is living in 1939 when his book was first published. അതായത് ഇത് സൂചിപ്പിക്കുന്നത് 1939 ബുക്ക് എഴുതിയപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന ആ സിറ്റിയെ പറ്റിയാണ്. ആ സിറ്റി നോർത്ത് ഫുളർട്ടൺ സ്ട്രീറ്റ്, അപ്പർ മോൺക്ലെയർ. അപ്പൊ അത് USA ഒരു സ്ഥലമാണ്. ഹാങ്ക് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ റെഡ് ഹെയർഡ്. അദ്ദേഹത്തിന് ചുമന്ന തലമുടിയുള്ള ആളെന്നാണ് വിശദീകരിച്ചിരുന്നത്. ടോൾ എന്നൊരു പൊക്കമുള്ള, ബ്രോഡ് ഷോൾഡേഡ്, അതായത് വളരെ വിസ്തീർണമുള്ള ഷോൾഡറുള്ള ഫോർമർ അത്ലറ്റ്, അതായത് പഴയകാല ഒരു സ്പോർട്സ്മാൻ കൂടിയായിരുന്നു. വിത്ത് എ സെയിൽസ്മാൻ ഡ്രൈവ് ആൻഡ് എന്തൂസിയാസം, അതായത് വിൽപ്പനക്കാരെന്ന രീതിയിൽ അദ്ദേഹം വളരെ ഉത്സാഹിയായിരുന്നു. ഹാങ് വാസ് എ ഹാർഡ് ഡ്രൈവിംഗ് പ്രൊമോട്ടർ ഹു വാസ് വൺ ഡിസ്ക്രൈബ്ഡ് ആസ് ഹാവിംഗ് ആൻ ഐഡിയ എ മിനിറ്റ്. അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഒരു മിനിറ്റിൽ അനേകം ആശയങ്ങൾ വരുന്ന ഒരാൾ, അതായത് വളരെ ആശയങ്ങൾ പെട്ടെന്ന് വളരുന്ന ഒരാളെന്നാണ്. ഹി ആൻഡ് ഹിസ് വൈഫ് കാതലിൻ ഹാഡ് 2 സൺസ്. അവനും അവന്റെ ഭാര്യ കാതലിൻ 2 മക്കളുണ്ട്. ഹെൻറി ആൻഡ് റോബർട്ട്. ഹെൻറി എന്നും റോബർട്ട് എന്നാണ്, അല്ലെങ്കിൽ ഹാങ്ക് ജൂനിയർ ആൻഡ് ബോബ് എന്നാണ് അവരെ അറിയപ്പെടുന്നത്. Hank and his wife Kathleen began attending the meetings on Tuesday nights that Bill and Louis held at their Brooklyn home at 182 Clinton Street. അതായത് 182 ക്ലിന്റൺ സ്ട്രീറ്റ് ബ്രൂക്ലിനിലെ ബില്ലിന്റെയും ലൂയിസിന്റെയും വീട്ടിലെ ചൊവ്വാഴ്ചത്തെ രാത്രി മീറ്റിങ്ങുകളിൽ ഹാങ്കും ഭാര്യയും പങ്കെടുക്കാൻ തുടങ്ങി. ദിസ് മീറ്റിംഗ് വിച്ച് ബിഗിൻ ഇൻ ദ ഫോൾ ഓഫ് 1935. അതായത് 1935 ഫോളിലാണ് ആ മീറ്റിംഗ് തുടങ്ങിയത്. കണ്ടിന്യൂ അൻറ്റിൽ ഏപ്രിൽ ഓഫ് 1939. 1939 വരെ, അതായത് പിന്നീട് 4 വർഷം ഏപ്രിൽ വരെ മീറ്റിംഗ് തുടർന്നു. ഹാങ് ഓൾസോ അറ്റൻഡ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ്. ഹാങ് പിന്നെ ഓക്സ്ഫോർഡ് മീറ്റിംഗിലും പങ്കെടുക്കുമായിരുന്നു വിത്ത് ബിൽ. ആൻഡ് അനദർ ന്യൂയോർക്ക് റിക്രൂട്ട് നെയ്മഡ് ജോൺ ഫിറ്റ്സ് എം. ജോൺ ഫിറ്റ്സെമിന്റെയും കൂടെ ന്യൂയോർക്കിലെ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ ഇവരെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. വൺ സ്റ്റോറി ഹാസ് ഹാങ് ഈസ് എയർലി റിക്കവറി വൺ നൈറ്റ് വിത്ത് ബിൽ ആൻഡ് ഫിറ്റ്സ് ഡ്രൈവിംഗ് ഡൗൺ പാർക്ക് അവന്യൂ ഇൻ ഹാങ്സ് convertible. Hang suddenly stood straight up, grasping the steering wheel in both hands, with the wind beating against him, yelling, God Almighty, booze was never this good. അപ്പോ അവരിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബില്ലും ഫിറ്റ്സും കൂടി പാർക്ക് അവന്യൂയിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവൻ 2 വീലും അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീലും പിടിച്ചുകൊണ്ട് വളരെ ഉച്ചത്തിൽ പറഞ്ഞു, ദൈവം ഒരിക്കലും എനിക്ക് മദ്യം ഇത്തരത്തിലൊരു നല്ല അനുഭവം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു. ഹാങ്ക് ഹാഡ് ആൻ ഓഫീസ് അറ്റ് 9. അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു 911 ഹിൽ സ്ട്രീറ്റ് ഇൻ ന്യൂയോർക്കിലെ 911 ഹിൽ സ്ട്രീറ്റിൽ അദ്ദേഹത്തിന്റെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. വിച്ച് ലേറ്റർ മൂവ്ഡ് ടു 17 വില്യം സ്ട്രീറ്റ്. പിന്നീട് അത് 17 വില്യം സ്ട്രീറ്റിലേക്ക് മാറ്റി. ദ ഓഫീസ് വാസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഫോർ എ റാപ്പിഡ്ലി ഫെയിലിംഗ് ബിസിനസ്. അവന്റെ ആ സ്വന്തം ഓഫീസ് എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള പല ബിസിനസ്സുകളും പരാജയപ്പെടുന്ന ഒരു ഓഫീസർ. അക്കോർഡിംഗ് ടു ബില്ലാണ് അങ്ങനെ പറഞ്ഞത്.
The business was Honor Dealers. ബിസിനസിന്റെ പേര് ഹോണർ ഡീലേഴ്സ് എന്നായിരുന്നു. Which Hank and conceived according to one source as a way of getting back to Standard Oil. പിന്നീട് അവരവിടെ സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന് പറഞ്ഞ കമ്പനി സ്ഥാപിച്ച് അവന്റെ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ആ ഓഫീസ് പുനരാരംഭിക്കാൻ ദ കമ്പനി ആരംഭിച്ചു. ദ കമ്പനി ദാറ്റ് ഹാഡ് ഫയർഡ് ഹിം ഫോർ ഹിസ് നെയിം. പക്ഷെ പിന്നീട് ഈ പറയുന്ന ഹോണർ ഡീലർ എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയത് സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിനെ പുറത്താക്കിയതുകൊണ്ടാണ്. അതിന്റെ ദേഷ്യത്തിലാണ് അദ്ദേഹം ഹോണർ ഡീലർ തുടങ്ങിയത്. സ്റ്റാൻഡേർഡ് ഓയിൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഹിസ് ബിസിനസ് പ്ലാൻ വാസ് ടു പ്രൊവൈഡ് സെലക്ടഡ് ഗ്യാസലിൻ സ്റ്റേഷൻ വിത്ത് ദ ഓപ്പർച്യൂണിറ്റി ബൈ ഗ്യാസലിൻ ഓയിൽ ആൻഡ് ഓട്ടോമൊബൈൽ പാർട്സ് ഓൺ എ കോപ്പറേറ്റീവ് ബേസിസ്. അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഹോണർ ഡീലറിന്റെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ ഓരോ ഗ്യാസ് സ്റ്റേഷനുകളിൽ അല്ലെങ്കിൽ പെട്രോൾ പമ്പുകളിലും ഓയിലും മറ്റ് വണ്ടിയുടെ മറ്റ് പാർട്സുകളെല്ലാം കൊണ്ട് വിൽക്കുന്ന ഒരു കോപ്പറേറ്റീവ് വലിയൊരു ബിസിനസ് ബേസ് ആണ് അദ്ദേഹം ആരംഭിക്കാൻ ഉദ്ദേശിച്ചത്. ബിൽ ഡബ്ല്യു വാസ് ഹയർഡ് ടു ബി എ സെയിൽസ്മാൻ ഫോർ ദ കമ്പനി. ബിൽ ഡബ്ല്യുവിനെ അങ്ങനെ അദ്ദേഹം അവിടുത്തെ ഒരു ആളായിട്ട് വിൽപ്പനക്കാരനായിട്ട് സ്വീകരിച്ചു. അതുപോലെ തന്നെ ജിമ്മി ബിയെയും അവിടുത്തെ ജോലിക്കാരനായി വെച്ചു. പിന്നീട് റൂത്ത് ഹോക്കിനെ വളരെ ആദ്യത്തെ എയുടെ സെക്രട്ടറി ആയ റൂത്ത് ഹോക്കിനെ ആ കമ്പനിയിലേക്ക് ഹോണർ ഡീലറിന്റെ സെക്രട്ടറി ആയിട്ടാണ് അദ്ദേഹം നിയമിച്ചത്. വുഡ് ലേറ്റർ ബിക്കം ദ എ ഫൗണ്ടേഷൻസ് ഫസ്റ്റ് നേഷൻ സെക്രട്ടറി. അപ്പൊ ആദ്യത്തെ ദേശീയ സെക്രട്ടറി ആയിരുന്നു റൂത്ത് ഹോക്ക്. പിന്നീടാണത്. റൂത്ത് റിമെമ്പേർഡ് വെരി ലിറ്റിൽ ഗ്യാസോലിൻ ബിസിനസ് ബീയിങ് കണ്ടക്റ്റഡ് ദയർ. കാരണം ഗ്യാസോലിൻ ബിസിനസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം മാത്രമേ നടന്നതായിട്ട് റൂത്ത് ഹോക്ക് ഓർക്കുന്നുള്ളൂ. എ ലോട്ട് ഓഫ് പീപ്പിൾ ഡ്രോപ്ഡ് ഇൻ ടു ഡിസ്കസ് ദയർ ഡ്രിങ്കിങ് പ്രോബ്ലം. ആ കമ്പനിയിൽ മെയിനായിട്ട് നടന്നിരുന്നത് ധാരാളം ആളുകൾ അവരുടെ മദ്യപാന പ്രശ്നത്തെ പറ്റി പറയുന്നതാണ്. ആൻഡ് ഓൺ മോർ ദാൻ one occasion she observed Bill and Hank kneeling in prayer by the side by Hank's desk and with one of this visitation of sport group custom when seeking God's guidance. പലപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് അവർ വരുന്ന ആളുകൾ പരസ്പരം മുട്ടുകുത്തി നിൽക്കുന്നതൊക്കെ അവൾ അവിടെ കാണാറുണ്ട്. ഇറ്റ് വാസ് ഹിയർ ആൻഡ് ദ ഓഫീസ് ഓഫ് ഹോണർ ഡീലേഴ്സ് ദാറ്റ് ദ ബുക്ക് ആൽക്കോളിസം വാസ് ബി റിട്ടൺ. ഇവിടെ ഈ വെച്ചിട്ടാണ് അല്ലെങ്കിൽ ഹോണർ ഡീലറിന്റെ ഈ ഓഫീസിൽ വെച്ചിട്ടാണ് ആൽക്കോളിക്സ് അനോണിമസിന്റെ ബുക്ക് രചിച്ചത്. ഇൻ 1937 February 30 the Alcoholics Squadron of the New York Hospital held a meeting in New Jersey at Hank's Tenick home on Wyndham Road. 1937 ഫെബ്രുവരി 13 ഈ പറയുന്ന ആൽക്കഹോളിക് സ്ക്വാഡുകൾ വീണ്ടും ഹാങ്കിന്റെ വീട്ടിൽ ഒരു ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് മീറ്റിംഗ് സംഘടിപ്പിച്ചു. ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ദ ഗ്രൂപ്പ് ഓഫ് ഡ്രങ്ക്സ് മെറ്റ് ഇൻ ന്യൂ ജേഴ്സി ടു കണ്ടക്ട് ആൻ ആൽക്കഹോളിക് സ്റ്റൈൽ. ഇത് ആദ്യത്തെ മീറ്റിംഗ് ആയിട്ട് മാറി. അതായത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ നിന്ന് വ്യത്യസ്തമായി മദ്യാസക്തരായ ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ മീറ്റിംഗ് തന്നെ. പക്ഷെ അവരൊരു ആൽക്കഹോളിക് സ്റ്റൈലിലാണ് മീറ്റിംഗ് സംഘടിപ്പിച്ചത്. ദ പർപ്പസ് ഓഫ് ദിസ് മീറ്റിംഗ് വാസ് ടു ഇൻട്രൊഡ്യൂസ് വില്യം ആർ എന്ന് പറയുന്ന ഒരു ബിസിനസ് മാനെ റിക്കവറിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഓഫ് ഹോങ്സ്റ്റൗൺ ടു ദി ഫ്ലഡ്ജിംഗ് ഫെലോഷിപ്പ്. അങ്ങനെയാണ് അവിടെ ആ വില്യം ആറിനെ കൊണ്ടുവരികയും അവിടെ നമ്മുടെ കൂട്ടായ്മ വളർന്നു വരികയും ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് അടുത്ത പ്രാവശ്യം വായിക്കാം. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് ഹെൻറിയുടെ ഒരു പ്രൊഫൈൽ നമുക്ക് ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ റോമിൽ വായിച്ചു നിർത്തിയത് നമുക്ക് നോക്കാം. ടു എംപ്ലോയേഴ്സ്, തൊഴിലാളികളോട്. വെൻ വി തിങ്ക് ഓഫ് മാനേജേഴ്സ് ഹു അണ്ടർസ്റ്റാൻഡ് ആൽക്കഹോളിസം, നമ്മൾ വിചാരിക്കും ആ മാനേജേഴ്സ് ആൽക്കഹോളിക്കിനെ മനസ്സിലാക്കും. വൺ എ മെമ്പർ കംസ് ടു മൈൻഡ്. ഒരു എ മെമ്പറുടെ അവരുടെ മനസ്സിലേക്ക് വന്നു. ഹി ഹാസ് ഹയർഡ് ആൻഡ് ഫയർഡ് 100 of people. അദ്ദേഹം ധാരാളം ആളുകളെ ഹയർ ചെയ്യുകയും ധാരാളം നൂറുകണക്കിന് ആളുകളെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. ഹി നോസ് ഹൗ എംപ്ലോയേഴ്സ് സീ ആൻഡ് ട്രീറ്റ് ആൽക്കഹോളിസം. അവനറിയാം എങ്ങനെയാണ് മദ്യാസക്തരായിട്ടുള്ള ആളുകളെ തൊഴിലുടമകള് പരിഗണിക്കുന്നത്. വി ബിലീവ് ഹിസ് ഐഡിയാസ് വിൽ ബി ഹെൽപ്ഫുൾ ടു അതർ മാനേജേഴ്സ് ആൻഡ് ബോസസ് ഓൾ ഓവർ ദ വേൾഡ്. അതുകൊണ്ട് ഹാങ് പിയെ പറ്റിയാണ് പറയുന്നത്. ഹാങ് പി ധാരാളം ജോലി ചെയ്ത് ധാരാളം സ്ഥലത്തു നിന്ന് ഫയർ ചെയ്യപ്പെട്ടത്. അപ്പോൾ മാനേജേഴ്സിന്റെ ആശയം എന്താണെന്ന് അവന് കൃത്യമായിട്ട് അറിയാം. അല്ലെങ്കിൽ അവരുടെ ബോസസിന്റെ ഓൾ ഓവർ ദ വേൾഡ്, ലോകം മുഴുവനുള്ള ബോസിനെ. അപ്പൊ അതുകൊണ്ട് തന്നെ വി വിൽ ലെറ്റ് ഹിം ഷെയർ ഹിസ് ഓൺ തോട്ട്സ് വിത്ത് യു. അതുകൊണ്ട് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളോട് അവന്റെ ചിന്തകൾ പങ്കുവെക്കട്ടെ, അതിന് ഞങ്ങൾ അവനെ അനുവദിക്കുന്നു. അപ്പൊ ഹെൻറിയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഹെൻറി എഴുതുവാണ്, I used it to be an assistant manager at a company that employed 6,600 people. ഞാൻ 6,600 പേരുള്ള ഒരു കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്നു. വൺ ഡേ, ഒരു ദിവസം, മൈ സെക്രട്ടറി കെയിം ഇൻ ടു മൈ ഓഫീസ്. എൻ്റെ ഓഫീസിൽ സെക്രട്ടറി കടന്നു വന്നു. ടു സേ ദാറ്റ് വൺ ഓഫ് മൈ എംപ്ലോയി
ഈസ് വാണ്ടഡ് ടു ടോക്ക് വിത്ത് മീ. ഒരു എംപ്ലോയിക്ക് എന്നോട് സംസാരിക്കണം. ലെറ്റ്സ് കോൾ ദിസ് എംപ്ലോയി മിസ്റ്റർ ബി. നമുക്ക് ആ എംപ്ലോയിനെ ഇപ്പൊ തൽക്കാലത്തേക്ക് മിസ്റ്റർ ബി എന്ന് വിളിക്കാം. ഐ ടോൾഡ് ഹെർ ടു ടെൽ മിസ്റ്റർ ബി ഐ വാസ് ടു ബിസി. അവനോട് പറ, മിസ്റ്റർ ബിയോട് പറ, ഞാൻ വളരെ തിരക്കിലാണെന്ന്. മിസ്റ്റർ ബി വാസ് അൻ ആൽക്കഹോളിക്. മിസ്റ്റർ ബി എന്ന് പറയുന്ന ആള് ഒരു ആൽക്കഹോളിക് ആണ്. ആൻഡ് ഹാഡ് ഓൾറെഡി ഡൺ സം തിങ്സ് ദാറ്റ് വറീഡ് മീ. ഇതിനോടകം തന്നെ അവൻ എന്നെ വേദനിപ്പിക്കുന്ന പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഐ ഹാഡ് വാണ്ട് ഹിം അബൌട്ട് ഹിസ് ബിഹേവിയർ. അവന്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും അവനെ വാൺ ചെയ്തിട്ടുണ്ട്, അവനെ താക്കീത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടോൾഡ് ഹിം ഹി ഹാഡ് വൺ മോർ ചാൻസ് ടു ഡു ബെറ്റർ. നിനക്ക് ഒരു ചാൻസും കൂടി തരികയാണ് നന്നായി പ്രവർത്തിക്കാൻ. നോട്ട് ലോങ് ആഫ്റ്റർ ദാറ്റ്, അതിന് വളരെ അകലെയല്ലാതെ, മിസ്റ്റർ ബി കോൾഡ് മീ 2 days in a row. 2 ദിവസം തുടർച്ചയായിട്ട് എന്നെ വിളിച്ചു. സോ ഡ്രങ്ക് ഹി കുഡ് ഹാർഡ്ലി സ്പീക്ക്. അവൻ വളരെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അവന് വളരെ കഠിനമായിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ഐ ടോൾഡ് ഹിം ഹി വാസ് ഫയർഡ്. ഞാൻ അവനോട് പറഞ്ഞു, നീ പുറത്താക്കപ്പെട്ടിരിക്കുന്നു. ലേറ്റർ ഓൺ, പിന്നീട്, മൈ സെക്രട്ടറി റിട്ടേൺ ടു സേ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് മിസ്റ്റർ ബി ഓൺ ദ ഫോൺ. ഇത് മിസ്റ്റർ ബി അല്ല, ഇറ്റ് വാസ് മിസ്റ്റർ ബീസ് ബ്രദർ. ഇത് മിസ്റ്റർ ബിയുടെ ബ്രദറാണ് വിളിക്കുന്നത്. ഹി വാണ്ടഡ് ടു ഗിവ് മീ എ മെസ്സേജ്. എനിക്ക് അതായത് അവന്റെ ബ്രദറിന് മാനേജറോട് എന്തോ ഒരു മെസ്സേജ് കൊടുക്കാറുണ്ട്. വെൻ ഐ ഗോട്ട് ഓൺ ദ ഫോൺ, ഞാൻ ഫോൺ എടുത്തപ്പോൾ ഐ എക്സ്പെക്റ്റഡ് ദ ബ്രദർ ടു ബെഗ് ഫോർ ഫോർഗിവ്നെസ്. ബ്രദർ അത് വിളിച്ച ആ ഫോൺ എടുത്തപ്പോൾ ഞാൻ ചിന്തിച്ചത് അയാൾ എന്നോട് ക്ഷമ ചോദിക്കാനായിരിക്കും വിളിച്ചതെന്നാണ്. ഇൻസ്റ്റഡ് ഹി സെഡ്, ഇതിന് പകരം അദ്ദേഹം പറയുന്നത്, ഐ ജസ്റ്റ് വാണ്ടഡ് ടെൽ യു പോൾ, ഞാൻ നിന്നോട് പറയുകയാണ് പോൾ, ജംപ്ഡ് ഫ്രം എ ഹോട്ടൽ വിൻഡോ ഇൻ ഹാർട്ട്ഫോർഡ് ലാസ്റ്റ് സാറ്റർഡേ. അതായത് ടെൽ യു പോൾ ജംപ്ഡ് ഫ്രം എ ഹോട്ടൽ വിൻഡോ ഇൻ ഹാർട്ട്ഫോർഡ് ലാസ്റ്റ് സാറ്റർഡേ. കഴിഞ്ഞ ശനിയാഴ്ച പോള് ഒരു ഹോട്ടൽ റൂം വിൻഡോയുടെ ഉള്ളിലൂടെ പുറത്തേക്ക് ചാടി. ഹി ലെഫ്റ്റ് ആസ് എ നോട്ട് സെയിങ് യു വെയർ ദ ബെസ്റ്റ് ബോസ് ടു എവർ ഹാഡ്. ഞാൻ അവൻ എഴുതി വെച്ച ഒരു നോട്ട് അവർക്ക് കിട്ടി. അതിനകത്ത് ഇങ്ങനെ എഴുതിയേക്ക് കാണാം, അവൻ കണ്ടുമുട്ടിയതിൽ ഏറ്റവും മികച്ച ബോസ് ആയിരുന്നു താങ്കൾ. ആൻഡ് ദാറ്റ് ദിസ് വാസ് ഇൻ യുവർ ഫോൾട്ട് അറ്റ് ഓൾ. അത് നിങ്ങളുടെ അവൻ ജനലിൽ നിന്ന് ചാടി നിങ്ങളുടെ കുറ്റമല്ല, നിങ്ങളായിരുന്നു ഏറ്റവും നല്ല ബോസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ നോട്ട് കിട്ടിയായിരുന്നു, അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നും പറഞ്ഞാണ്. അപ്പൊ ഈ പറയുന്ന മിസ്റ്റർ ബി, അദ്ദേഹം വിൻഡോയിൽ നിന്ന് പുറത്തേടി. അനദർ ടൈം, മറ്റൊരു സമയത്ത്, ഐ വാസ് ഓപ്പണിംഗ് എ ലെറ്റർ അറ്റ് മൈ ഡെസ്ക് ആൻഡ് എ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് ഫെൽ ഔട്ട്. അതായത് ഞാൻ ഇങ്ങനെ ഒരു ലെറ്ററുകൾ എൻ്റെ ഡെസ്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് താഴേക്ക് വീണു. ഇറ്റ് വാസ് ദ ഒബ്യൂട്ടറി ഓഫ് വൺ ഓഫ് ദ ബെസ്റ്റ് സെയിൽസ്മാൻ എവർ ഹാഡ്. അതായത് അതൊരു അനുസ്മരണമായിരുന്നു. അതായത് തൻ്റെ കമ്പനിയിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു സെയിൽസ്മാൻ, ഏറ്റവും നല്ലൊരു സെയിൽസ്മാൻ, അവൻ്റെ ഒബ്യൂട്ടറി എന്ന് വെച്ചാൽ അനുസ്മരണം, മരണാനന്തരമുള്ള അനുസ്മരണമായിരുന്നു. ആഫ്റ്റർ 2 weeks ഓഫ് ഡ്രിങ്കിങ്, 2 ആഴ്ചത്തെ കുടിക്ക് ശേഷം, ഹി ഹാഡ് പുട്ട് ഹിസ് ടു ഓൺ ദ ട്രിഗർ ഓഫ് എ ലോഡഡ് ഷോട്ട് ഗൺ. അതായത് അദ്ദേഹത്തിന്റെ ടൂയിലൂടെ ലോഡഡ് ഷോട്ട് ഗൺ, അവൻ ഷോട്ട് ഗൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഗൺ വെച്ചിട്ട്, തോക്ക് വെച്ചിട്ട് വെടിവെച്ചു. വെൻ ദ ബാരൽ വാസ് ഇൻ ഹിസ് മൗത്ത്. ആൻഡ് അവന്റെ വായില്, കാലില്, ടൂയിലും, അതായത് കാലിലും വെടിവെച്ചു, മൗത്തിലും, വായിലും വെടിച്ചു. ഐ ഹാഡ് ഫയർഡ് ഹിം ഫോർ ഡ്രിങ്കിങ് 6 weeks ബിഫോർ ദാറ്റ്. ഇത് ചെയ്തതിന് 6 ആഴ്ച മുമ്പ് അവനെ ഞാൻ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതാണ്. വൺ മോർ സ്റ്റോറി, ഒരു കഥ കൂടി പറയാം. ഐ പിക്ക്ഡ് അപ്പ് മൈ ഫോൺ ടു ഹിയർ എ വുമൺസ് വോയിസ് സ്പീക്കിംഗ്. ഞാൻ ഒരു സ്ത്രീ സംസാരിക്കുന്ന ഒരു ഫോൺ ഒരിക്കലെടുത്തു. ഷി വാസ് കോളിംഗ് ഫ്രം വെർജീനിയ. അവൾ എന്നെ വിളിച്ചത് വെർജീനിയയിൽ നിന്ന്. ഷി വാണ്ട് to know if her husband company insurance was still active. അവൾക്ക് അറിയേണ്ടത് അവളുടെ ഭർത്താവിന്റെ കമ്പനി ഇൻഷുറൻസ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ. 4 days ബിഫോർ ദാറ്റ് ഹി ഹാഡ് ഹാങ്ഡ് ഹിംസെൽഫ്. അതായത് 4 ദിവസം മുമ്പ് അവൻ ആത്മഹത്യ തൂങ്ങി മരിച്ചു. ഐ ഹാഡ് ബീൻ ഫോഴ്സ്ഡ് ടു ഫയർ ഹിം ഫോർ ഡ്രിങ്കിങ്. അവനെയും ഞാൻ കുടിക്കുന്നത് മൂലം പുറത്താക്കിയതാണ്. ഈവൻ ദോ ഹി വാസ് എ ബ്രില്യൻറ്റ്. അവൻ ബ്രില്യൻ്റ് ആയിരുന്നു, വളരെ ഷാർപ്പുള്ള ആളായിരുന്നു. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓർഗനൈസർ ഐ ഹാഡ് എവർ നോൺ. എനിക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു ഓർഗനൈസർ കൂടിയായിരുന്നു. ഓൾ 3 exceptional men, ഈ 3 ആളുകളെ പറ്റി, ചൂസ് ടു ലീവ് ദിസ് വേൾഡ് ബിക്കോസ് ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ആൽക്കഹോളിസം. ഈ 3 മനുഷ്യർ ഈ ലോകത്തോട് വിട പറഞ്ഞു.
അതിന് കാരണം എനിക്ക് ആൽക്കഹോളിസത്തെ പറ്റി മനസ്സിലായിരുന്നില്ല. ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് നൗ. ഇപ്പോൾ എനിക്കത് മനസ്സിലാവും. ഇൻഫാക്ട് അതുകൊണ്ട് ഐ ബിക്കേം ആൻ ആൽക്കഹോളിക് മൈസെൽഫ്. കാരണം ഞാൻ ഒരു ആൽക്കഹോളിക്കായി മാറി. ആൽക്കഹോളിക്കായി മാറി. ഞാൻ സ്വയം ഒരു ആൽക്കഹോളിക്കായി മാറി. ആൻഡ് ഇഫ് എ കെയറിംഗ് പീപ്പിൾ ഇൻ മൈ ഓൺ ലൈഫ് ഹാഡ് നോട്ട് സ്റ്റെപ്ഡ് ഇൻ ടു ഹെൽപ്പ് മീ. അപ്പോൾ മറ്റു എൻ്റെ കെയറിങ് ചെയ്യുന്ന, എന്നെ ശ്രദ്ധിക്കുന്ന മറ്റ് ആളുകൾ അവരുടെ സ്വന്തം ജീവിതം വെച്ചിട്ട് എന്നെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. ഐ മൈറ്റ് ഹാവ് എൻഡഡ് മൈ ഓൺ ലൈഫ്. ഞാൻ ഒരു പക്ഷേ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചായിരുന്നേക്കാം. ഓൺ ലൈഫ് ടു, എൻ്റെ ജീവിതം കൂടി അവസാനിപ്പിച്ചേക്കാം. മൈ ഡ്രിങ്കിങ് മേഡ് മീ അൺഏബിൾ ടു വർക്ക്. എൻ്റെ കുടി എന്നെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിലാക്കി. സിൻസ് ഇറ്റ് ടേക്സ് റിയൽ മണി ടു ട്രെയിൻ എ ബിസിനസ് എക്സിക്യൂട്ടീവ് ലൈക്ക് മീ. അതായത് നല്ലൊരു പണം ഇത്തരം ബിസിനസ് എക്സിക്യൂട്ടീവ് ആയ എനിക്ക് എൻ്റെ കയ്യിലേക്ക് വന്നിരുന്നു. മൈ ഡ്രിങ്കിങ് കോസ്റ്റ് മൈ എംപ്ലോയീസ് ഹ്യൂജ് എമൗണ്ട്സ് ഓഫ് മണി. അപ്പോൾ എൻ്റെ കുടി എൻ്റെ തൊഴിലുടമകൾക്ക് ധാരാളം പണി. മൈ ഡ്രിങ്കിങ് കോസ്റ്റുമായി, അതായത് എൻ്റെ ഈ പറയുന്ന കുടി എൻ്റെ എംപ്ലോയീസിന് ധാരാളം പണം ചെലവാക്കുന്നതിൽ ഇടയാക്കി. ദ എ ഫെലോഷിപ്പ് സീസ് സിറ്റുവേഷൻ ലൈക്ക് ദിസ് വാസ് വേസ്റ്റ്ഫുൾ ആൻഡ് നെവർ എൻഡിങ്. അപ്പോൾ എ ഫെലോഷിപ്പ് ഇത് കാണുന്നത് ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും അവസാനിക്കാത്തതും വേസ്റ്റ്ഫുള്ളുമാണ്. വി തിങ്ക് ദാറ്റ് എംപ്ലോയേഴ്സ് എവരിവെയർ കുഡ് അവോയ്ഡ് ദിസ് സിറ്റുവേഷൻ ബൈ ലേണിംഗ് ടു അണ്ടർസ്റ്റാൻഡ് ആൽക്കഹോളിസം. അതുകൊണ്ട് ഈ തരത്തിൽ ആളുകൾ മരണത്തിലേക്കും പണം ചെലവാക്കുന്നതിനേക്കാളൊക്കെ തടയിടുന്നതിനായി എല്ലാ എംപ്ലോയേഴ്സും, ലോകം മുഴുവനുള്ള എല്ലാ എംപ്ലോയേഴ്സും ആൽക്കഹോളിസത്തെ പറ്റി മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ത്തിന്റെ കോർ പോയിന്റ്. അടുത്തത് വായിക്കാവോ? ആൽക്കഹോളിക് എംപ്ലോയി ഫ്രസ്ട്രേറ്റ് their മാനേജേഴ്സ്. ആധുനിക തൊഴിലുടമകളിൽ ഏതാണ്ട് എല്ലാവരും തന്നെ ഞങ്ങളുടെ സഹായത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തത്തെക്കുറിച്ചും ബോധ്യമുള്ളവരാണ്. ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ അവർ പരമാവധി ശ്രമിക്കുന്നു. അത്തരമൊരാൾ ഒരു അമിത മദ്യപാന രോഗിക്ക് വേണ്ടി എല്ലായ്പ്പോഴും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന കാര്യം എളുപ്പം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അമിത മദ്യപാന രോഗി എന്ന് പറയുന്നത് ഒരു ഒന്നാം തരത്തിൽപ്പെട്ട ഒരു വിഡ്ഢിയായിട്ടേ അയാൾക്ക് കണക്കാക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒരുപക്ഷെ തൊഴിലാളികൾക്ക് ഉള്ള കഴിവുകൊണ്ടോ അല്ലെങ്കിൽ തൊഴിലുടമയായുള്ള പ്രത്യേക തരത്തിലുള്ള ബന്ധം കൊണ്ടോ അമിത മദ്യപാന രോഗിയായ ഒരു തൊഴിലാളിയെ വേണ്ടതിലധികം കാലം ജോലിയിൽ തുടരാൻ അനുവദിച്ചിട്ടുണ്ടാവാം. ചില തൊഴിലുടമകൾ അറിയപ്പെടുന്ന എല്ലാ പരിഹാര മാർഗങ്ങളും പരീക്ഷിച്ചിട്ടുണ്ടാവാം. അപൂർവം ചിലരുടെ കാര്യത്തിൽ ക്ഷമയില്ലായ്മയും സഹനശക്തിയില്ലായ്മയും പ്രകടമായേക്കാം. വളരെ മെച്ചപ്പെട്ട നിലയിലുള്ളവരെന്ന് പറയപ്പെടുന്ന ഞങ്ങളിൽപ്പെട്ടിട്ടുള്ളവർക്ക് മേൽപ്പറഞ്ഞവർ ഞങ്ങളെക്കാൾ ഇക്കാര്യത്തിൽ മോശമായ നില അനുവർത്തിക്കുന്നവരാണെങ്കിൽ തന്നെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഇവിടെ ഉദാഹരണത്തിന് താഴെ പറയുന്ന ഒരു മാതൃക ഉദ്ധരിക്കാം. അമേരിക്കയിലെ ഒരു ബാങ്കിംഗ് സ്ഥാപനത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഒരാൾക്ക് ഞാൻ കുറെ നാളായി കുടിക്കാതിരിക്കുകയാണ് എന്ന വിവരം അറിയാം. ഒരു ദിവസം അയാളുടെ വിവരണത്തിൽ നിന്ന് നിശ്ചയമായും അമിത മദ്യപാന രോഗിയായ അയാളുടെ തന്നെ ബാങ്കിംഗ് സ്ഥാപനത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ കുറിച്ച് എന്നോട് പറഞ്ഞു. അയാളെ സഹായിക്കുന്നതിനുള്ള ഒരു അവസരമായി ഞാനത് കണക്കാക്കി. അതുകൊണ്ട് 2 മണിക്കൂറോളം അമിത മദ്യപാനാസക്തി എന്ന ദുരന്തത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടും അതിൻ്റെ ലക്ഷണങ്ങളും മാരകമായ ഫലങ്ങളും എനിക്ക് കഴിയുന്ന രീതിയിൽ വിവരിച്ചുകൊണ്ടും ഞാൻ ചെലവഴിച്ചു. അതിനോടുള്ള അയാളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: വളരെ രസകരമായിരിക്കുന്നു, പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഈ മനുഷ്യൻ കുടികൊണ്ട് നശിച്ചു കഴിഞ്ഞുവെന്ന്. 3 മാസക്കാലത്തെ വിട്ടുനിൽപ്പിന് ശേഷം അയാൾ ജോലിക്ക് തിരിച്ചു വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ഏതാണ്ട് രോഗമുക്തി പ്രാപിച്ച നിലയിലെത്തിയിരിക്കുന്നു. മൊത്തത്തിൽ നന്നായി കാണപ്പെടുകയും ചെയ്തു. പക്ഷേ സംഗതികൾ വഷളായിക്കൊണ്ട് അയാളുടെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അത് ഇയാളുടെ അവസാനത്തെ അവസരമാണ് എന്ന് താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഒരു നിയതമായ ജീവിതശൈലി പിന്തുടർന്നാൽ കൂടുതൽ നല്ല രീതിയിലുള്ള അവസ്ഥയിലെത്താൻ കഴിയുമെന്ന് മാത്രമേ എനിക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞുള്ളൂ. ഇത് അനിവാര്യമായിരുന്നുവെന്ന് ഞാൻ കരുതി. ബാങ്ക് അയാളോട് ഏതെങ്കിലും അനീതി കാണിക്കുന്നുണ്ടോ എന്നും ഞാൻ ശങ്കിച്ചു. അയാളെ എന്തുകൊണ്ട് ഞങ്ങളുടെ അമിത മദ്യപന്മാരുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവന്നു ബന്ധിപ്പിച്ചുകൂടാ എന്ന് ഞാൻ ആലോചിച്ചു. അയാൾക്ക് രക്ഷപ്പെടാൻ ഇതൊരു അവസരമായേക്കാം. കടുത്ത പ്രയാസങ്ങൾ ഉറ്റുനോക്കിയിട്ടും മറ്റേതൊരു മനുഷ്യനെയും 10-9 എന്ന കണക്കിന് കുടിയിൽ കൊണ്ടുപോയി എത്തിക്കുമായിരുന്നത്രേ. കടുത്ത പ്രശ്നങ്ങളുണ്ടായിട്ടും കഴിഞ്ഞ 3 വർഷക്കാലമായി എനിക്ക് ഒരു തരത്തിലുള്ള മദ്യവും കുടിക്കേണ്ടി വന്നിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുന്നു. എന്തുകൊണ്ട് അയാൾക്ക് എൻ്റെ കഥ കേൾക്കാൻ ഒരു അവസരം നൽകിക്കൂടാ? ഏയ് പറ്റില്ല, എൻ്റെ സ്നേഹിതൻ പറഞ്ഞു. അയാൾ ഒന്നുകിൽ പൂർണ്ണമായും മദ്യത്തിൽ മുങ്ങി നിൽക്കുകയോ അഥവാ ജോലിയില്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുകയോ ആണ്. നിങ്ങളുടെ മനഃശക്തിയും ചങ്കൂറ്റവും അയാൾക്കുണ്ടെങ്കിൽ അയാൾ തന്നെത്താൻ രക്ഷപ്പെടും.
ഞാൻ ഈ നിരുത്സാഹപ്പെടുത്തൽ കൊണ്ട് ആകെ വിവശനായി. കാരണം എനിക്ക് മനസ്സിലായി, എൻ്റെ ബാങ്കർ സുഹൃത്തിനെ കാര്യം പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന്. അയാളുടെ സഹപ്രവർത്തകൻ ഒരു കടുത്ത രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളാണ് എന്ന് ഒട്ടും വിശ്വസിക്കാൻ അയാൾ കഴിഞ്ഞില്ല. കാത്തിരിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. വൈകാതെ ആ മനുഷ്യൻ വീണ്ടും ജോലിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുകയും ചെയ്തു. പിരിച്ചുവിട്ടപ്പെട്ടതിന് ശേഷം അയാളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. വലിയ വാചക കസർത്തുകൾ കൂടാതെ തന്നെ അയാൾ ഞങ്ങളെ സഹായിച്ച തത്വങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിക്കാൻ തയ്യാറായി. അയാൾ സുനിശ്ചിതമായും രോഗവിമുക്തിയുടെ പാതയിലെത്തി. ഈ സംഭവം ഒരു അമിത മദ്യപാന രോഗി യാഥാർത്ഥ്യത്തിൽ അനുഭവിക്കുന്ന യാതനയെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചു. തങ്ങളുടെ രോഗികളായ തൊഴിലാളികളെ എങ്ങനെ പ്രയോജനകരമായ രീതിയിൽ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തെക്കുറിച്ച് തൊഴിലുടമകൾക്കുള്ള അറിവില്ലായ്മയെക്കുറിച്ച് ഇതെന്നെ ബോധ്യപ്പെടുത്തി. ഓക്കെ. ആൽക്കഹോളിക് എംപ്ലോയീസ് ഫ്രസ്ട്രേറ്റ് ദെയർ മാനേജേഴ്സ്. അതായത് ആൽക്കഹോളിക് ആയിട്ടുള്ള ജോലിക്കാര് അവരുടെ മാനേജേഴ്സിനെ പലപ്പോഴും വിഷമപ്പെടുത്തിയിലാക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു സങ്കടപ്പെടുത്താറുണ്ട്, അല്ലെങ്കിൽ ഉത്കണ്ഠപ്പെടുത്താറുണ്ട്. മോസ്റ്റ് മോഡേൺ കമ്പനീസ് ഫീൽ റെസ്പോൺസിബിൾ ടു ഹെൽപ്പ് ദെയർ വർക്കേഴ്സ് സ്റ്റേ ഹെൽത്തി. അതായത് ഇപ്പോഴുള്ള ആധുനിക കാലത്തെ കമ്പനികളെല്ലാം ശ്രദ്ധിക്കുന്നത് അവരുടെ ജോലിക്കാര് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ തന്നെയാണ്. ഡൂയിങ് ദിസ് ഫോർ ആൽക്കഹോളിക് എംപ്ലോയീസ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതായത് ആൽക്കഹോളിക് എംപ്ലോയീസിന് ഇങ്ങനെ കുടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. സൂപ്പർവൈസേഴ്സ് ആൻഡ് മാനേജേഴ്സ് മേ സീ ദിസ് എംപ്ലോയീസ് ആസ് ഫൂളിഷ് ആൻഡ് റെസ്പോൺസിബിൾ. പലപ്പോഴും സൂപ്പർവൈസേഴ്സും മാനേജേഴ്സും കാണുന്നത് ഇത്തരത്തിലുള്ള ജോലിക്കാര് വളരെ ബുദ്ധിമോശമുള്ളവരും റെസ്പോൺസിബിൾ, ഒരു നിരുത്തരവാദിത്വത്തോട് പെരുമാറുന്നവരുമാണെന്നാണ്. ഇഫ് ദേ ആർ വെരി ടാലന്റഡ്, അവർ വളരെയധികം കഴിവുള്ളവരാണെങ്കിൽ, ഓർ ഇഫ് ദ സൂപ്പർവൈസർ ആർ ഫ്രണ്ട്ലി വിത്ത് ദം, സൂപ്പർവൈസേഴ്സ് അവരോടൊപ്പം സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ദേ മേ ബി ഏബിൾ ടു കീപ് ദെയർ ജോബ്സ്. ഒരു പക്ഷേ അവർക്ക് ജോലി സംരക്ഷിക്കാൻ കഴിയും, ബട്ട് നോട്ട് ഓൾവേസ്. പക്ഷെ എല്ലാ സമയത്തും അങ്ങനെ ജോലി സംരക്ഷിക്കണമെന്നില്ല. സം എംപ്ലോയേഴ്സ് ഹാവ് ട്രൈഡ് ടു ഹെൽപ്പ് ഇൻ എവരി വേ പോസിബിൾ. ചില തൊഴിലുടമകൾ തങ്ങളുടെ ജോലിക്കാരനെ കഴിവുള്ളത് കൊണ്ട് അവനെ എല്ലാ തരത്തിലും സംരക്ഷിക്കാൻ ശ്രമിക്കും. മോസ്റ്റ് ആർ വെരി പേഷ്യൻ്റ് ആൻഡ് ഫോർഗിവിങ്. അങ്ങനെയുള്ള പല തൊഴിലുടമകളും വളരെ ക്ഷമയുള്ളവരും മറക്കുന്നവരുമാണ്, പൊറുക്കുന്നവരുമാണ്. ദോസ് ഓഫ് us who have been alcoholic employees know this. അപ്പോൾ നമുക്ക് ആർക്കൊക്കെയാണോ അങ്ങനെയുള്ള തൊഴിലുടമകളായിട്ടുള്ള ആൽക്കഹോളിക് ആയിട്ടുള്ള തൊഴിലാളികളുള്ളവർക്ക് ഇത് മനസ്സിലാകും. വി ഡോണ്ട് ബ്ലെയിം അവർ ബോസസ് ഫോർ ഗെറ്റിംഗ് ഫ്രസ്ട്രേറ്റഡ് വിത്ത് us. നമ്മൾ ഒരിക്കലും തൊഴിലുടമകൾ എന്തുകൊണ്ട് നമ്മൾ കുടിമൂലം അവരെ ഫ്രസ്ട്രേറ്റഡ് ആക്കി ഇതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയില്ല. ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ. ഇതിനൊരു ഉദാഹരണം പറയാം. എ ഫ്രണ്ട് ഓഫ് മൈൻ, എൻ്റെ കൂട്ടുകാരൻ who works for one of the largest banks in the United States. അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റിലെ ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുകയായിരുന്നു. നോസ് ഐ ഹാവ് സ്റ്റോപ്ഡ് ഡ്രിങ്കിങ്. അറിയാം ഞാൻ കുടി നിർത്തിയെന്ന് അവന് മനസ്സിലായി. വൺ ഡേ ഹി ആസ്ക്ഡ് ടു ടോക്ക് വിത്ത് മീ അബൌട്ട് എ മാനേജർ അറ്റ് ദ സെയിം ബാങ്ക്. ഒരു ദിവസം അവൻ അവൻ്റെ മാനേജരോട്, ആ ബാങ്കിലെ തന്നെ മാനേജരോട് ഇതിനെപ്പറ്റി പറഞ്ഞു. ഫ്രം that my friend told me this manager was definitely an alcoholic. അതായത് ഫ്രണ്ട് പറയുന്നത് ഈ മാനേജർ തീർച്ചയായും ഒരു ആൽക്കഹോളിക് ആണെന്നാണ്. ഐ ഫെൽറ്റ് ലൈക്ക് ദിസ് വാസ് മൈ ചാൻസ് ടു ബി ഹെൽപ്ഫുൾ. അപ്പം എനിക്ക് തോന്നി ഞാൻ അവന് ഒരു സഹായം കൊടുക്കണമെന്ന്. ഐ സ്പെൻഡ് 2 hours ടോക്കിംഗ് അബൌട്ട് ആൽക്കഹോളിസം വിത്ത് മൈ ഫ്രണ്ട്. അങ്ങനെ ഞാൻ 2 മണിക്കൂർ അവനോട് മദ്യാസക്തിയെക്കുറിച്ച് സംസാരിച്ചു. അപ്പം ഈ മാനേജർ ഈ പറയുന്ന ആളെ ഇയാളുമായിട്ട് കണക്ട് ചെയ്തു. I spent 2 hours. I explained the disease and described the symptoms. അതായത് ഞാൻ രോഗത്തെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അവനോട് പറഞ്ഞു. മൈ ഫ്രണ്ട് ജസ്റ്റ് സെഡ്, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, വെരി ഇൻട്രസ്റ്റിംഗ്, വളരെ താല്പര്യമുണ്ട്, ബട്ട് ഐ ആം ഷുവർ ദിസ് മാൻ വിൽ സ്റ്റോപ്പ് ഡ്രിങ്കിങ്. ഈ മനുഷ്യന് കുടി നിർത്താൻ കഴിയും. ഹി ജസ്റ്റ് ഗോട്ട് ബാക്ക് ഫ്രം എ 3 months ലീവ്. അപ്പോൾ അവൻ 3 മാസത്തെ അവധിക്ക് ശേഷം തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. ഹി സീംസ് ഫൈൻ നൗ. അവനിപ്പോൾ നന്നായിട്ട് തോന്നുന്നു. പ്ലസ് ദ ബാങ്ക്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ടോൾഡ് ഹിം ദിസ് വാസ് ഹിസ് ലാസ്റ്റ് ചാൻസ്. അതുകൂടാതെ തന്നെ ബാങ്കിലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഈ തൊഴിലാളിയോട് പറഞ്ഞിട്ടുണ്ട്, ഇത് നിന്റെ അവസാനത്തെ ചാൻസ് ആണ്. ഐ സെഡ് ദാറ്റ് ഇഫ് ദിസ് മാനേജർ ഫോളോഡ് ദ യൂഷ്വൽ പാറ്റേൺ, അതായത് ഞാൻ പറയുകയാണ്, ഈ യൂഷ്വൽ പാറ്റേൺ ഈ മാനേജർ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഹി വുഡ് ഗോ ഓൺ എ ബിഗർ ഡ്രിങ്കിങ് സ്പ്രീ ദാൻ എവർ ബിഫോർ. അതായത്
അവന് ഇങ്ങനെയാണ് പരിഗണന കിട്ടുവാണെങ്കിൽ അവൻ തീർച്ചയായും വീണ്ടും കുടിക്കുകയും മദ്യാസക്തിയിൽ മതിച്ചുല്ലസിക്കുകയും ചെയ്യും. ഐ ബിലീവ് ദിസ് വാസ് വെരി ലൈക്ലി ടു ഹാപ്പൻ. ഇങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. വൈ നോട്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ഹിം ടു മീ? എന്തുകൊണ്ട് നിങ്ങൾക്ക് അവനെ എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ഹിം ടു മൈ റിക്കവറിംഗ് ഫ്രണ്ട്സ്? എന്തുകൊണ്ട് അവനെ ഞാൻ എൻ്റെ മദ്യ വീണ്ടെടുക്കപ്പെട്ട അല്ലെങ്കിൽ മോചനം പ്രാപിച്ച കൂട്ടുകാരെ പരിചയപ്പെടുത്തിക്കൂടാ? ദാറ്റ് മൈറ്റ് ഗീവ് ഹിം എ ഫൈറ്റിംഗ് ചാൻസ്. അത് ഇത്തരത്തിലുള്ള മദ്യാസക്തിയിലേക്ക് രക്ഷപ്പെടുത്താനായിട്ട് അവനെ സഹായിക്കും. ഒരു ഫൈറ്റിംഗ് ചാൻസ് കൊടുക്കും. അവനൊരു ചാൻസ്. ഐ റിമൈൻഡഡ് മൈ ഫ്രണ്ട് ദാറ്റ് ഐ ഹാഡ് നോട്ട് ഹാഡ് എ ഡ്രിങ്ക് ഇൻ 3 years. ഞാൻ 3 വർഷക്കാലമായി കുടിച്ചിട്ടില്ല എന്ന് ഞാൻ ആ മാനേജറോട് പറഞ്ഞു. ആൻഡ് ഡ്യൂറിങ് ദോസ് 3 years, ആ 3 വർഷം ഐ ഹാഡ് പ്രോബ്ലം, എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് വുഡ് ബി മെയ്ഡ് 9 out of 10. അങ്ങനെ 10-ൽ 9 പ്രാവശ്യം മെൻ ഡ്രിങ്ക് ദെയർ ഹെഡ്സ് ഓഫ്. അതായത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ 10-ൽ 9 പ്രാവശ്യമുള്ള ചാൻസ് അവൻ വീണ്ടും അങ്ങനെ കുടിക്കാനാണ്. വൈ നോട്ട് ലെറ്റ് ദിസ് മാനേജർ ഹിയർ മൈ സ്റ്റോറി? എന്തുകൊണ്ടാണ് ഈ മാനേജറോട് എൻ്റെ കഥ പറഞ്ഞുകൂടാ? ഓ നോ സെറ്റ് മൈ ഫ്രണ്ട്. അങ്ങനെ പറയരുതെന്ന് എൻ്റെ കൂട്ടുകാരൻ. ദിസ് ഗൈ ഈസ് എയ്തർ ഡൺ വിത്ത് ലിക്വർ. ഓ നോ സെഡ് മൈ ഫ്രണ്ട്. എൻ്റെ മാനേജറായിട്ടുള്ള കൂട്ടുകാരൻ പറഞ്ഞു ഇപ്പോൾ ഇല്ല. ദിസ് ഗൈസ് ഏത് ഡൺ വിത്ത് ലിക്വർ ഓർ ഹീസ് ഔട്ട് ഓഫ് എ ജോബ്. അവൻ കുടി നിർത്തിയിരിക്കണം, അല്ലെങ്കിൽ അവൻ ഈ ജോബിൽ നിന്ന് പുറത്താകും. ഹി ഹാസ് യുവർ വിൽ പവർ ആൻഡ് ഗഡ്സ്. അവന് ഈ പറയുന്ന ഇച്ഛാശക്തിയും അവന് ധൈര്യവും ഉണ്ടെങ്കിൽ ഹി വിൽ ജസ്റ്റ് മേക്ക് ഹിംസെൽഫ് സ്റ്റോപ്പ്. അവന് സ്വയം മദ്യപാനത്തിൽ നിന്ന് നിർത്താൻ കഴിയും. ഐ വാണ്ടഡ് ടു സ്ക്രീം ഇൻ ഫ്രസ്ട്രേഷൻ. എനിക്ക് എനിക്ക് അലറണമെന്നുണ്ടായിരുന്നു. ഐ ഹാഡ് ഫെയിൽഡ് ഹെൽപ്പ് മൈ ബാങ്കർ ഫ്രണ്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഈ ബാങ്കർ ഫ്രണ്ടിനോട്, ഈ ബാങ്കിലെ മാനേജരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാക്കി. ഹി സിംപ്ലി കുഡ് നോട്ട് ബിലീവ് ദാറ്റ് ദിസ് മാനേജർ വാസ് ബാറ്റ്ലിംഗ് എ സീരിയസ് ഇൽനെസ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് ഈ മാനേജർക്ക് ഈ പറയുന്ന രോഗത്തിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. ദർ വാസ് നത്തിങ് ഐ കുഡ് ഡു ബട്ട് വെയിറ്റ്. എനിക്ക് ആ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നില്ല. ഞാൻ വെയിറ്റ് ചെയ്തു. സൂൺ ആഫ്റ്റർ ദ മാനേജർ ഗോട്ട് ഡ്രങ്ക് എഗെയിൻ ആൻഡ് വാസ് ഫയർഡ്. അങ്ങനെ മാനേജർ പിന്നീട് കുടിച്ചു, പിന്നീട് ഫയർ ചെയ്യപ്പെട്ടു. ആഫ്റ്റർ ദാറ്റ് ഐ കോണ്ടാക്റ്റഡ് ഹിതമൻ. അതിനുശേഷം ഞാൻ അവനെ വിളിച്ചു. ഐ ഇൻട്രൊഡ്യൂസ് ഹിം ടു എ. ഞാൻ അവനെ എ പരിചയപ്പെടുത്തി. ഹി അക്സെപ്റ്റഡ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോഗ്രാം വിത്ത് ഓൾമോസ്റ്റ് നെഫ്യൂസ്. അപ്പോൾ ഒരു വെറുപ്പും മടിയും കൂടാതെ നമ്മുടെ തത്വങ്ങളും പ്രോഗ്രാമും അവൻ സ്വീകരിച്ചു. നോ ഹീസ് അൺഡൗട്ട്ലി ഓൺ ദ റോഡ് ടു റിക്കവറി. അവനിപ്പോൾ മോചനത്തിന്റെ പാതയിലാണ്. ടു മീ ദിസ് ഷോസ് ഹൗ few people really understand what alcohol are going through. അപ്പോൾ ഇവിടെയാണ് ആൽക്കഹോളിക് എങ്ങനെയാണ് പോകുന്നതെന്ന് വളരെ ചുരുക്കം ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. ഇറ്റ് ഓൾസോ ഷോസ് ദാറ്റ് എംപ്ലോയീസ് കുഡ് ഡു മോർ ടു ഹെൽപ്പ് ദെയർ സിക്ക് എംപ്ലോയീസ്. അതുകൊണ്ട് തൊഴിലുടമകൾ അവരുടെ ഇത്തരത്തിലുള്ള രോഗമുള്ള തൊഴിലാളികൾക്ക് കൂടുതൽ സഹായം ചെയ്യേണ്ടതുണ്ട്. അടുത്ത് വായിക്കാവോ? മാനേജേഴ്സ് മേ ഹാവ് സ്ട്രോങ് ഒപ്പീനിയൻസ്. മാനേജേഴ്സ് മേ ഹാവ് സ്ട്രോങ് ഒപ്പീനിയൻ. നിങ്ങൾ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കുടിയെക്കുറിച്ചോ കുടിക്കാത്ത അവസ്ഥയെക്കുറിച്ചോ അവഗണന പുലർത്തുന്നതായിരിക്കും നല്ലത്. നിങ്ങളൊരു മുഴുക്കുടിയനോ മിതമായി കുടിക്കുന്ന ആളോ മദ്യം കൈകൊണ്ട് തൊടുകയോ ചെയ്യാത്ത ആളാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ചില ശക്തിയായ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. മിക്കവാറും അടിസ്ഥാനരഹിതങ്ങളായ മുൻവിധികൾ. മിതമായി മദ്യം കഴിക്കുന്ന ഒരാൾ മദ്യം ഒട്ടും തന്നെ കഴിക്കാത്ത ഒരാളേക്കാൾ അമിത മദ്യപാന രോഗിയോട് കൂടുതൽ വെറുപ്പുള്ള ആളായിരിക്കാം. വല്ലപ്പോഴും കഴിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ സ്വയം വിലയിരുത്താൻ പറ്റുകയും പല കാര്യങ്ങളെക്കുറിച്ച് ഉറച്ച അഭിപ്രായം സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു അമിത മദ്യപാന രോഗിയെ സംബന്ധിച്ചിടത്തോളം അതെപ്പോഴും അങ്ങനെയല്ല. ഒരു മിതമദ്യപാനിക്ക് ആവശ്യത്തിന് മദ്യം കഴിക്കാനും അഥവാ മദ്യം ഒട്ടും വേണ്ടെന്ന് വെക്കാനും പറ്റുന്നു. നിങ്ങൾക്ക് വേണമെന്ന് തോന്നുമ്പോൾ നിങ്ങൾ കുടി നിയന്ത്രിക്കുന്നു. ഒരു സുന്ദര സായാഹ്നത്തിൽ സ്വല്പം മദ്യം കഴിക്കുകയും പിറ്റേന്ന് അതിരാവിലെ സുഖമായി ഉണർന്നെണീറ്റ് തലയാട്ടിക്കൊണ്ട് തൻ്റെ ജോലികളിൽ വ്യാപൃതനാകുകയും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മദ്യം യഥാർത്ഥ പ്രശ്നമല്ല. അത് മറ്റൊരാൾക്ക് എങ്ങനെ പ്രശ്നമായി തീരുന്നു എന്ന് കാണുവാൻ നിങ്ങൾക്ക് കഴിയില്ല. എങ്ങനെ പ്രശ്നമായി തീർന്നാൽ നട്ടലില്ലാത്തവൻ പരമ്പര വിഡ്ഢിയുമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഒരു അമിത മദ്യപാന രോഗിയുമായി ബന്ധപ്പെടുമ്പോൾ ഒരു മനുഷ്യന് എത്ര ദുർബലനാകുവാനും വിഡ്ഢിയാകുവാനും നിരുത്തരവാദമായി പെരുമാറാൻ കഴിയുന്നവനായി മാറുവാനും കഴിയുന്നുവെന്ന സ്വാഭാവികമായ വെറുപ്പ് ആർക്കും ഉണ്ടായേക്കാം. ഈ ദുരിതം നിങ്ങൾ കൂടുതൽ നന്നായി മനസ്സിലാക്കുമ്പോൾ പോലും നിങ്ങളുടെ മേൽ പറഞ്ഞ വെറുപ്പ് വർദ്ധിക്കാനാണ് ഇട. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു അമിത മദ്യപാന രോഗിയെ നോക്കിക്കാണുക എന്നത് നിങ്ങൾക്ക് വളരെയേറെ വെളിച്ചം പകരാനിടയുള്ള ഒരു കാര്യമാണ്. അയാൾ പലപ്പോഴും സമർത്ഥനും വേഗത്തിൽ ചിന്തിക്കുന്നവനും ഭാവനാശൈലിയും ആർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽപ്പെട്ട ആളുമല്ലേ. സുബോധാവസ്ഥയിലിരിക്കുമ്പോൾ കഠിനാധ്വാനം ചെയ്യുവാനും
കാര്യങ്ങൾ ശരിപ്പെടുത്തിയെടുക്കാനും പ്രത്യേകം വൈദിധ്യം കാണിക്കുന്നയാളുമല്ലേ അയാൾ. അയാൾക്ക് ഇത്തരം പ്രത്യേക ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയും അയാൾ കുടിക്കാതിരിക്കുകയും ഒക്കെ ചെയ്താൽ എവിടെയും കൊള്ളിക്കാവുന്ന തരത്തിൽ യോഗ്യനായ ഒരാളല്ലേ. മറ്റൊരു തരത്തിൽ കഷ്ടപ്പെടുന്ന തൊഴിലാളികളെ പോലെ അയാളും അതേ പരിഗണന അർഹിക്കുന്നില്ലേ? അയാൾ രക്ഷിക്കപ്പെടാൻ യോഗ്യനല്ലേ? മനുഷ്യത്വപരമായ കാരണങ്ങൾ കൊണ്ടോ ബിസിനസ് സംബന്ധമായ അഥവാ ഇത് രണ്ടും കൊണ്ടുമോ നിങ്ങളുടെ തീരുമാനം അതെ എന്നാണെങ്കിൽ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ സഹായകരമായിരിക്കും. നിങ്ങൾ ബന്ധപ്പെടുന്നത് ഒരു ശീലത്തോടോ മർക്കടമുഷ്ടിയോടോ ദുർബലമായ മനഃശക്തിയോടോ ആണ് എന്ന തോന്നൽ അവഗണിക്കുവാൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഈ അധ്യായം പ്രയാസകരമായി തോന്നുന്നുവെങ്കിൽ അമിത മദ്യപാനത്തെക്കുറിച്ച് വളരെ ദീർഘമായി ചർച്ച ചെയ്യുന്ന 2-3 അധ്യായങ്ങൾ വീണ്ടും വായിക്കുന്നത് പ്രയോജനപ്രദമായിരിക്കും. ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ നിങ്ങൾക്ക് ഫലങ്ങൾ പരിഗണിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അത്യാവശ്യകത അറിയണം എന്ന് ആഗ്രഹമുണ്ടായിരിക്കും. നിങ്ങളുടെ തൊഴിലാളി ഒരു രോഗിയാണ് എന്ന കാര്യം നിങ്ങൾ സമ്മതിക്കുന്നുണ്ടെങ്കിൽ അയാൾ പണ്ട് ചെയ്ത കാര്യങ്ങളുടെ പേരിൽ അയാൾക്ക് മാപ്പ് കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അയാളുടെ മുൻകാല ചെയ്തി വൈഭവങ്ങൾ മറക്കാൻ കഴിയുമോ? അയാൾ തൻ്റെ തലച്ചോറിൽ മദ്യം നേരിട്ട് വരുത്തിവെച്ച പ്രവർത്തനങ്ങളെക്കാൾ വക്രമമാക്കപ്പെട്ട ചിന്തയുടെ ഇരയാണ് എന്ന കാര്യം അംഗീകരിക്കാൻ പറ്റുമോ? ഷിക്കാഗോയിലെ ഒരു പ്രസിദ്ധനായ ഡോക്ടർ നട്ടെല്ലിൽ നിന്നുള്ള ദ്രാവകത്തിന്റെ സമ്മർദ്ദത്താൽ തലച്ചോറ് പിളർക്കപ്പെട്ട ഒരാളുടെ കഥ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഒരു അമിത മദ്യപാനി വിചിത്രമായ രീതിയിൽ യുക്തിരഹിതമായി പെരുമാറുന്ന കൂട്ടത്തിലാവുന്നതിൽ ഒട്ടും അത്ഭുതമില്ല. അത്രമേൽ രോഗതുരമായ ഒരു തലച്ചോറും വെച്ച് ആരാണ് ഇങ്ങനെ ആകാത്തത്? മിതമായ കുടിയന്മാർക്ക് ഇത് അത്ര കണ്ട് ബാധിക്കുന്നില്ല. അമിത മദ്യപാന രോഗിയുടെ മാർഗഭ്രംശത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നില്ല. നിങ്ങളുടെ ആൾ മിക്കവാറും ധാരാളം കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുഴപ്പം പിടിച്ച കാര്യങ്ങൾ മൂടിവെക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അവ ജുഗുപ്സാവഹങ്ങളായിരിക്കാം. പ്രകടമായും പരിധിക്കപ്പുറം നിൽക്കുന്ന അങ്ങനെ ഒരാളുമായി എങ്ങനെ ബന്ധപ്പെടണമെന്ന് മനസ്സിലാക്കാനാവാതെ നിങ്ങൾ വിഷമിച്ചേക്കാം. പക്ഷേ മേൽ സൂചിപ്പിച്ച ജുഗുപ്സാവഹങ്ങളായ കാര്യങ്ങളൊക്കെ അയാളുടെ മനസ്സിൽ മദ്യം നടത്തുന്ന അസാധാരണമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സംഭവിക്കുന്നവയാണ്. കുടിക്കുമ്പോഴോ അഥവാ ഒരു കുടിച്ചു തിമിർക്കലിന് ശേഷമോ ഒരു അമിത മദ്യപാന രോഗി, പലപ്പോഴും സത്യസന്ധതയുടെ മാതൃകയായി ബോധമുള്ളപ്പോൾ വർത്തിക്കുന്ന ഒരാൾ, അവിശ്വസനീയമായ പല കാര്യങ്ങളും ചെയ്തു വന്നിരിക്കും. കുടിച്ചതിന് ശേഷം അയാളിൽ പെട്ടെന്നുണ്ടാകുന്ന വികാരമാറ്റം ഭയങ്കരമായിരിക്കും. മിക്കവാറും വല്ലപ്പോഴും ഇത്തരം വികൃത ചേഷ്ടകൾ താൽക്കാലിക അവസ്ഥകളെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എല്ലാ അമിത മദ്യപാന രോഗികളും കുടിക്കാത്തപ്പോൾ സത്യസന്ധരും ശരിയായ രീതിയിലുള്ളവരുമാണ് എന്നല്ല. പലപ്പോഴും ഇത് അങ്ങനെ ആയിരിക്കണമെന്നില്ല. അത്തരം ആളുകൾ നിങ്ങളെ അനർഹമായി മുതലെടുക്കാൻ ശ്രമിക്കും. മനസ്സിലാക്കാനും സഹായിക്കാനുമുള്ള നിങ്ങളുടെ ശ്രമം കണ്ടിട്ട് ചില മനുഷ്യർ നിങ്ങളുടെ ദയവിനെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കും. നിങ്ങളുടെ ആൾക്ക് മദ്യം നിലനിർത്തുവാൻ താല്പര്യമില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അയാളെ ഉടൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇത് എത്ര നേരത്തെയാകുന്നുവോ അത്രയ്ക്ക് നല്ലത്. അയാളുടെ അടുത്ത് തന്നെ തുടരുന്നത് കൊണ്ട് അയാൾക്ക് ഒരു ആനുകൂല്യവും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. അത്തരം ഒരു വ്യക്തിയെ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അയാൾക്കും ഒരു അനുഗ്രഹമായേ അത് തോന്നൂ. അയാൾക്ക് വേണ്ട ആഘാതം അതായിരിക്കാം. എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്കറിയാം. എൻ്റെ കമ്പനി ചെയ്തത് ഒന്നും എൻ്റെ കുടി നിർത്തുവാൻ ഉപകരിക്കുമായിരുന്നില്ല. അവരെന്നെ ആദ്യമേ പിരിച്ചുവിടുകയോ അഥവാ ഈ പുസ്തകത്തിൽ കാണുന്നത് പോലുള്ള ഒരു പരിഹാരം എന്നോട് നിർദ്ദേശിക്കുന്നതിനുള്ള നടപടികൾ നേരത്തെ സ്വീകരിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ 6 മാസത്തിന് മുൻപേ തന്നെ ഒരു നല്ല മനുഷ്യനായി ഞാൻ അവരുടെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുമായിരുന്നു. പക്ഷേ മദ്യപാനം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരോടൊപ്പം മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കും കഴിയും. അവരുടെ രോഗങ്ങളെക്കുറിച്ചുള്ള ചികിത്സകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ നൽകും. ഓക്കെ, അപ്പോൾ മാനേജേഴ്സ് മേ ഹാവ് സ്ട്രോങ് ഒപ്പീനിയൻ. ചില മാനേജേഴ്സിന് അവരുടെ സ്വന്തമായിട്ട് ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് ശക്തമായിരിക്കും. ഇഫ് യു ആർ ആൻ എംപ്ലോയർ, നിങ്ങളൊരു തൊഴിലുടമയായിരിക്കാം, മാനേജർ ആയിരിക്കാം, ഓർ ഒരു സൂപ്പർവൈസർ ആയിരിക്കാം, ഹു വാണ്ട്സ് ടു ഹെൽപ്പ് ആൻ ആൽക്കഹോളിക് എംപ്ലോയി, അതായത് നിങ്ങളുടെ ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള തൊഴിലാളിയോട് സഹായിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. സ്റ്റാർട്ട് ബൈ തിങ്കിങ് അബൌട്ട് യുവർ ഓൺ ഡ്രിങ്കിങ്. അപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ കുടിയെ പറ്റി ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ അത് ചിന്തിക്കുന്നതെങ്കിൽ യു മൈറ്റ് ബി എ ഹാർഡ് ഡ്രിങ്കർ. നിങ്ങൾ ഒരു പക്ഷേ വളരെ ശക്തനായ ഒരു കുടിയനായിരിക്കാം, എ മോഡറേറ്റ് ഡ്രിങ്കർ, ഒരു മോഡറേറ്റർ ആയിട്ട് കുടിക്കുന്നവനായിരിക്കാം, ഓർ സമ്മൺ ഹു നെവർ ഡ്രിങ്ക്സ്. നിങ്ങൾ ഒരു പക്ഷെ ഒരിക്കലും കുടിച്ചിട്ടില്ലാത്ത ആളുമായിരിക്കാം. നോ മാറ്റർ വാട്ട്, എന്ത് തന്നെയായാലും യു പ്രോബബ്ലി ഹാവ് സം പ്രെറ്റി സ്ട്രോങ് ഒപ്പീനിയൻ. നിങ്ങൾക്ക് ചില ശക്തമായ അഭിപ്രായം ഉണ്ടാവും. യു മൈറ്റ് ഈവൻ ഡിസ്ലൈക്ക് ആൽക്കഹോളിക്സ്. നിങ്ങൾ ഒരു പക്ഷെ ആൽക്കഹോളിക്സിനെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും.
Moderate drinkers sometimes get more annoyed with alcohols than people who never drink at all. അതായത് മോഡറേറ്റ് ഡ്രിങ്കുകളായിട്ടുള്ള ഇത്തരത്തിലുള്ള എംപ്ലോയർ ആണെങ്കിൽ, തൊഴിലുടമയാണെങ്കിൽ അവര് വളരെ ദേഷ്യം വരും ആരോട്. ആൽക്കഹോളിസിനേക്കാളും ദേഷ്യം അവർക്ക് ഒരിക്കലും കുടിക്കാത്തവരായിരിക്കും ദേഷ്യം. ദേ ആർ പീപ്പിൾ ഹു ഡ്രിങ്ക് ഒക്കേഷണലി. ചില ആളുകൾ വളരെ ഒക്കേഷണലി കുടിക്കുന്നവരായിരിക്കും. ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദെയർ ബോഡീസ് ആൻഡ് മൈൻഡ്സ് റിയാക്ട് ടു ആൽക്കഹോൾ. അവർക്ക് കൃത്യമായിട്ട് അറിയാം അവരുടെ ശരീരവും മനസ്സും എങ്ങനെയാണ് ആൽക്കഹോളിനോട് പ്രതികരിക്കുന്നത്. ബട്ട് ദെയർ എക്സ്പീരിയൻസ് വിത്ത് ആൽക്കഹോൾ ആർ നത്തിങ് ലൈക്ക് ദ എക്സ്പീരിയൻസ് ദാറ്റ് ആൽക്കഹോളിസ് ഹാവ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അവരുടെ അനുഭവങ്ങൾ ആൽക്കഹോളുമായിട്ടുള്ള അവർ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളല്ല ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ആള് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മദ്യമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. മോഡറേറ്റ് ഡ്രിങ്കേഴ്സ് ക്യാൻ ചൂസ് ടു ഡ്രിങ്ക് ഓർ നോട്ട് ഡ്രിങ്ക്. അതായത് മോഡറേറ്റ് ആയിട്ട് കുടിക്കുന്നവർക്ക് കുടിക്കുകയോ കുടിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പുണ്ട്. പക്ഷേ ദേ ക്യാൻ ഗോ ഓൺ മൈൽഡ് ബെൻഡേഴ്സ് ഗെറ്റ് അപ്പ് ഇൻ ദ മോർണിംഗ്. അവർക്ക് നന്നായി കുടിച്ചുകൊണ്ട് രാവിലെ എണീക്കാൻ കഴിയും. ഷേക്ക് ഓഫ് ദെയർ ഹാങ് ഓവേഴ്സ്. അവർക്ക് ഹാങ് ഓവേഴ്സ് അതിജീവിക്കാൻ കഴിയും. ആൻഡ് ഗോ ടു വർക്ക്. അവർക്ക് ജോലിക്ക് പോകാനും സാധിക്കും. ഫോർ മോഡറേറ്റ് ഡ്രിങ്കേഴ്സ് ലിക്വർ ഇസ് ഇൻ റിയൽ പ്രോബ്ലം. മോഡറേറ്റ് ആയിട്ട് കുടിക്കുന്നവർക്ക് അവർക്ക് മദ്യം ഒരു ചെറിയ യഥാർത്ഥ പ്രശ്നമാണെന്നില്ല. ദേ കാൻ സീ വൈ ഇറ്റ് വുഡ് ബി എ പ്രോബ്ലം ഫോർ എനിവൺ എക്സെപ്റ്റ് പീപ്പിൾ ഹു ആർ സ്പൈൻലെസ് ആൻഡ് സ്റ്റുപ്പിഡ്. അതായത് അവർക്ക് ഇതിനൊരു പ്രോബ്ലമായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ആളുകൾ എങ്ങനെയാണ് ഇങ്ങനെ തെമ്മാടികളായിട്ട് കുടിക്കുന്നതെന്ന് പോലും അവർ ചിന്തിച്ചു പോകും. വെൻ ഡീലിംഗ് വിത്ത് ആൻ ആൽക്കഹോളിക്, അതായത് ഒരു ആൽക്കഹോളിക്കുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ യു മേ ഫീൽ അനോയിഡ്. നിങ്ങൾക്ക് ദേഷ്യം വന്നേക്കാം. ദാറ്റ് എനി വൺ കുഡ് ബി സോ വീക്ക്, സ്റ്റുപ്പിഡ് ആൻഡ് ഇറസ്പോൺസിബിൾ. നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇവൻ എന്തുകൊണ്ടാണ് നിരുത്തരവാദമായിട്ട് പെരുമാറുന്നത്, ഇവൻ എന്തൊരു സ്റ്റുപ്പിഡാണ്, അല്ലെങ്കിൽ എന്തൊരു വീക്കാണ്, അല്ലെങ്കിൽ കഴിവില്ലാത്തവനാണ്. ഈവൻ വെൻ യു അണ്ടർസ്റ്റാൻഡ് ആൽക്കഹോളിസം ബെറ്റർ യു മേ ഹാവ് ദിസ് ഫീലിംഗ്. നിനക്ക് മദ്യാസക്തിയെ പറ്റി കൂടുതൽ പഠിച്ചു കഴിയുമ്പോൾ നിനക്ക് ഈ വികാരങ്ങൾ മനസ്സിലാകും. ബട്ട് തിങ്ക് അബൌട്ട് ദ ആൽക്കഹോളിക് ഹൂ വർക്ക്സ് ഫോർ യു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മദ്യാസക്തൻ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൽക്കഹോളിക്കിനെ പറ്റി ചിന്തിച്ചു നോക്കൂ. ഈസ് ഷീ ബ്രില്യൻ? അവൾ നല്ല ബ്രില്യൻ്റ് ആയിരുന്നില്ലേ? ക്വിക്ക് തിങ്കിങ്, വളരെയധികം പെട്ടെന്ന് ചിന്തിക്കുന്നവളല്ലേ? ഇമാജിനേറ്റീവ്, ഭാവനാ സമ്പന്നയായിരുന്നില്ലേ? ആൻഡ് ലൈക്കബിൾ, വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നവളല്ലേ? വെൻ ഷീ സോബർ, അവൾ സോബർ ആകുമ്പോൾ ഡസ് ഷീ വർക്ക് ഹാർഡ് ആൻഡ് ഗെറ്റ് തിങ്സ് ഡൺ? അവൾ വളരെയധികം വർക്ക് ചെയ്യുകയും എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തിരുന്നില്ലേ? ഇഫ് ഷീ ഹാഡ് ദിസ് ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഡിഡ്ന്റ് ഡ്രിങ്ക്, അവൾ കുടിക്കാതിരിക്കുമ്പോൾ അങ്ങനത്തെയുള്ള വ്യക്തമായ ഒരു പേഴ്സണാലിറ്റി അല്ലേ ഉള്ളത്? വുഡ് യു വാണ്ട് ടു കീപ് ഹർ ആസ് ആൻ എംപ്ലോയി? നിനക്ക് അവളെ ഒരു എംപ്ലോയി ആയിട്ട് സൂക്ഷിക്കണമെന്നുണ്ടോ? ഷുഡ് ഷീ ഗെറ്റ് ദ സെയിം ട്രീറ്റ്മെന്റ് ആസ് അതർ സിക്ക് എംപ്ലോയീസ്? അവൾക്ക് ഇതേ പരിഗണന മറ്റ് സിക്ക് എംപ്ലോയീസിനെ പോലെ കിട്ടുമോ? ഇസ് ഇറ്റ് വർത്ത് യുവർ ടൈം ടു ഹെൽപ്പ് ഹർ? നിന്റെ സമയം അവൾക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കുമോ? ഇഫ് യുവർ ആൻസർ ഈസ് യെസ്, നിനക്ക് ആൻസർ ദ ഫോളോയിങ് സജഷൻ മേ ഹെൽപ്പ് യു. നിന്റെ ആൻസർ യെസ് ആണെങ്കിൽ താഴത്തെ ചില സജഷൻസ് ഞങ്ങൾ നൽകുകയാണ്. ക്യാൻ യു ലെറ്റ് ഗോ ഓഫ് ദ ഫീലിംഗ് ദാറ്റ് ഷീ ആക്ട്സ് ദിസ് വേ ഔട്ട് ഓഫ് ഹാബിറ്റ്? അവളുടെ ഇത്തരം പ്രവൃത്തികള്, അവളുടെ ശീലങ്ങള് ഇങ്ങനെ തുടരാൻ അല്ലെ അനുവദിക്കുമോ? ഓർ ബിക്കോസ് ഷീ ഈസ് എ സ്റ്റബോൺ ഓർ ഹാസ് വീക്ക് വിൽ, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ശക്തമായി നിൽക്കുന്നതുകൊണ്ട്. ഇഫ് ലെറ്റിംഗ് ഗോ ഔട്ട് ഓഫ് ദ ഫീലിംഗ് ഈസ് ടു ഹാർഡ്, ട്രൈ റീഡിങ് ചാപ്റ്റേഴ്സ് 2 and 3. അതായത് ഈ പുസ്തകത്തിലെ അധ്യായം 2ഉം 3ഉം അവളോട് വായിക്കാൻ പറയണം. ആസ് എ മാനേജർ ഓർ സൂപ്പർവൈസർ, ഒരു മാനേജർ എന്നോ സൂപ്പർവൈസർ എന്നല്ലേ, യു വിൽ വാണ്ട് ടു നോ ദ ഫാക്ട്സ് ബിഫോർ യു ടേക്ക് ആക്ഷൻ. നിനക്ക് ഇതിന്റെ സത്യാവസ്ഥ തിരിച്ചറിയണം എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ്. ദീസ് ആർ ദ ചാപ്റ്റേഴ്സ് വേർ വി ഡിസ്കസ് ദ ആൽക്കഹോളിക് സിക്നസ് ഇൻ ഡീറ്റെയിൽ ആൻഡ് റിവ്യൂവിംഗ് ദം മൈറ്റ് ഹെൽപ്പ്. അതായത് ഈ ചാപ്റ്റർ 2ഉം ചാപ്റ്റർ 3ഉം അധ്യായം 2ഉം അധ്യായം 3ഉമാണ് മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ അവലോകനം ചെയ്തിരിക്കുന്നത്. അത് ഒരു പക്ഷെ സഹായിക്കും. ഇഫ് യു റീഡ് ദം ആൻഡ് അക്സെപ്റ്റ് ദാറ്റ് ദിസ് എംപ്ലോയീസ് ഈസ് ഇൽ, നീ വീണ്ടും അത് വായിക്കുകയാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ രോഗം നീ അംഗീകരിക്കും. ക്യാൻ യു ഫോർഗീവ് ഹർ? നീ അവനോട് ക്ഷമിക്കും. ഫോർ വാട്ട് ഷീ വാസ് ഡൺ ഇൻ ദ പാസ്റ്റ്, ഭൂതകാലത്ത് അവൾ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ അവളോട് ക്ഷമിക്കും. ക്യാൻ യു ഫോർഗോട്ട് അബൌട്ട് ദ ഔട്ട്റേജസ് തിങ്സ് ഷീ ഡൺ? തീർച്ചയായും അത് മറക്കും, അവൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും. വിൽ യു അക്സെപ്റ്റ് ദാറ്റ് ഷീ ഈസ് ബീൻ എ വിക്ടിം ഓഫ് ട്വിസ്റ്റഡ് തിങ്കിങ്? നീ വിശ്വസിക്കുന്നുണ്ടോ അവള് ചിന്തകളുടെ ട്വിസ്റ്റഡ് തിങ്കിങ്, അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ചിന്തകളുടെ അല്ലെങ്കിൽ വിരുദ്ധ ചിന്തകളുടെ
ഇരയാണ് അവളെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ആൻഡ് ദാറ്റ് ആൽക്കഹോൾ ഇസ് ദ കോസ്, അതിന് കാരണം ആൽക്കഹോൾ ആണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? ഐ റിമെമ്പർ, ഞാൻ ഓർക്കുന്നു, ബീങ് ടോട്ടലി ഷോക്ക്ഡ് വെൻ എ ഫേമസ് ഡോക്ടർ ഇൻ ചിക്കാഗോ, അതായത് ചിക്കാഗോയിലെ ഒരു പ്രസിദ്ധനായ ഡോക്ടർ ടോൾഡ് മീ അബൌട്ട് ഹൗ ആൽക്കഹോൾ അഫക്റ്റ് ദ ബ്രെയിൻ, എങ്ങനെയാണ് മദ്യം ബ്രെയിനെ ബാധിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഹാഡ് സീൻ കേസസ് വേർ ദ പ്രഷർ ഇൻ ആൽക്കഹോൾ സ്പൈനൽ ഫ്ലൂയിഡ് ബിൽറ്റ് അപ്പ് ആൻഡ് എക്സ്പ്ലോഡഡ് ഇൻ ടു ദ ബ്രെയിൻ. അതായത് ഈ പറയുന്ന പ്രഷർ ആൽക്കഹോളിക് സ്പൈനൽ ഫ്ലൂയിഡിലൂടെ എങ്ങനെ ബ്രെയിനിൽ എത്തുന്നെന്നും അവിടെ പ്രവർത്തിക്കുന്നതെന്ന് അവൻ പറഞ്ഞു തന്നു. നോ വാണ്ടർ ആൽക്കഹോളിക്സ് ആക്ട് സോ സ്ട്രേഞ്ച് ആൻഡ് അൺറീസണബിൾ. അതുകൊണ്ടാണ് ആൽക്കഹോളിക്കുകൾ കുടിച്ചു കഴിയുമ്പോൾ അപരിചിതരെ പോലെ പെരുമാറുന്നതും കാരണം ഒന്നുമില്ലാതെ തന്നെ പെരുമാറുന്നത്. ഹൂ വുഡിൻ ഫീൽ കൺഫ്യൂസ്ഡ്, അവൻ കൺഫ്യൂഷൻ ആവുന്നു. ആൻഡ് അപ്സെറ്റ്, വളരെയധികം അപ്സെറ്റ് ആണ് വിത്ത് ആൻ അൺസ്റ്റേബിൾ ബ്രെയിൻ. ആ ബ്രെയിൻ ഒരു സ്ഥിരതയില്ലാത്ത ബ്രെയിൻ കൊണ്ട് അവൻ ഇത്തരത്തിൽ പ്രകടമാക്കുന്നു. നോർമൽ ഡ്രിങ്കേഴ്സ് ഡോണ്ട് എക്സ്പീരിയൻസ് ദിസ്. സാധാരണ കുടിയന്മാർക്ക് ഇത് അനുഭവങ്ങളില്ല, ഇത്തരത്തിലുള്ള അനുഭവങ്ങളില്ല. സോ ദേ കോൺ ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ചാവോസ് ദാറ്റ് ആൽക്കഹോൾസ് ഫീൽ. അതുകൊണ്ട് തന്നെ നോർമൽ ഡ്രിങ്കറിന് അല്ലെങ്കിൽ സാധാരണ കുടിയന് ഒരു ആൽക്കഹോളിക്കിന്റെ ഇത്തരം വികാരങ്ങളെയും വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. നൗ തിങ്ക് ബാക്ക് ടു യുവർ ആൽക്കഹോളിക് എംപ്ലോയി. നമുക്ക് നമ്മുടെ ആൽക്കഹോളിക് മദ്യാസക്തരായ തൊഴിലാളിയെ കുറിച്ച് ചിന്തിക്കാം. ഷീ ഹാഡ് പ്രോബബ്ലി ട്രൈഡ് ടു ഹൈഡ് ഹർ പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ മിസ്റ്റേക്ക്. ഒരു പക്ഷേ അവളുടെ തൊഴിലിനുണ്ടാകുന്ന എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും മറച്ചു വെക്കാൻ അവൾ ശ്രമിച്ചേക്കാം. ഇൻക്ലൂഡിങ് സം റിയലി മെസ്സി വൺസ്. ചിലപ്പോൾ അത് വളരെയധികം മോശമായ കാര്യമായിരിക്കാം. ദേ മേ ബി ഡിസ്കസ്റ്റിംഗ് ടു യു. അത് നിനക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാക്കാം. യു മേ സ്ട്രഗിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ സമ്മൺ ഹൂ സീംസ് ടു സ്മാർട്ട് ആൻഡ് ക്യാപ്പബിൾ കുഡ് ഡു സച്ച് നാസ്റ്റി തിങ്സ്. വളരെ സ്മാർട്ടായിട്ടുള്ള, വളരെ കഴിവുള്ള ആളുകൾ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് നീ ചിന്തിച്ചേക്കാം. ബട്ട് ദിസ് മിസ്റ്റേക്സ് ആർ ലിങ്ക്ഡ് ടു ദ ആക്ഷൻ ഓഫ് ആൽക്കഹോൾ ഓൺ ഹെർ മൈൻഡ്. ഇതെന്തുകൊണ്ടാണ് ഇത്തരം തെറ്റുകൾ പറ്റുന്നത്? അവളുടെ മനസ്സും പിന്നെ മനസ്സും ആൽക്കഹോൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് കൂടി തമ്മിലുള്ള ലിങ്ക് വഴിയാണ്. ആൽക്കഹോളിക്സ് മേ സീം ഹോണസ്റ്റ്. ആൽക്കഹോളിക്സ് പൊതുവെ സത്യസന്ധരാണ് ആൻഡ് ട്രസ്റ്റ് വർത്തി. അവരെ വിശ്വസിക്കാൻ പറ്റും. വെൻ ദേ ആർ നോട്ട് ഡ്രിങ്ക്, അവർ കുടിച്ചിട്ടില്ലെങ്കിൽ. ആൻഡ് ഡു അൺതിങ്കബിൾ തിങ്സ് വെൻ ദേ ആർ ഡ്രങ്ക്. പക്ഷേ പലപ്പോഴും കുടിച്ചാൽ അവർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മോശമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ദിസ് ക്യാൻ ഹാപ്പൻ വെൻ ദേ ആർ റിക്കവറിങ് ഫ്രം ഡ്രിങ്കിങ് സ്പ്രീ. ഇത് പലപ്പോഴും അവൻ്റെ കുടിച്ചു കൂത്താടലുകളിൽ കാണാൻ കഴിയും. വൺസ് ദേ സോബർ അപ്പ്, ഒരിക്കൽ അവൻ മോചിതനായി കഴിഞ്ഞാൽ ദേ വിൽ ഫീൽ ഓവർവെൽമിഡ് ബൈ ഷെയിം. അവന് വളരെയധികം നാണക്കേടുണ്ടാക്കുന്ന ഓവർവെൽമിഡ് ആയിട്ട് മാറും. ആൻഡ് ഓൾമോസ്റ്റ് ഓൾവേസ്, എല്ലായ്പ്പോഴും, ദിസ് ഡിസ്കസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആർ ടെമ്പററി. ഇത്തരം നാണക്കേടുണ്ടാകുന്ന പ്രവൃത്തികൾ വളരെ താൽക്കാലികമാണ്. ടു ബി ക്ലിയർ, വളരെ വ്യക്തമായി, വി ആർ നോട്ട് സെയിങ് ദാറ്റ് ഓൾ ആൽക്കഹോളിക്സ് ആർ ഹോണസ്റ്റ്. എല്ലാ മദ്യാസക്തരും സത്യസന്ധരാണെന്ന് പറയാൻ ഞങ്ങൾ തയ്യാറല്ല. ആൻഡ് ട്രസ്റ്റ് വർത്തി, എല്ലാവരെയും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. വെൻ ദേ ആർ നോട്ട് ഡ്രിങ്കിങ്, അവർ കുടിച്ചില്ലെങ്കിൽ പോലും. ദാറ്റ് സിംപിൾ ഈസ് ഇൻ ട്രൂ, നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല, സത്യമല്ല. ആൻഡ് ഇഫ് യു ട്രസ്റ്റ് എ ഡ്രൈ ഡ്രങ്ക്, നീ ഒരു ഡ്രൈ ഡ്രങ്കിനെ വിശ്വസിക്കുന്ന, ദേ മേ അബ്യൂസ് യുവർ ട്രസ്റ്റ്. അതായത് ഒരു ഡ്രൈ ഡ്രങ്ക്, അതിൽ കുടിക്കാത്ത കുടിയനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, അവൻ നിന്നെ ഒരു പക്ഷേ നിന്റെ വിശ്വാസത്തെ അബ്യൂസ് ചെയ്തേക്കാം. വെൻ ദേ സീ ദാറ്റ് യു ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഹെൽപ്പ്, അവർ നിന്നെ നീ സഹായിക്കാൻ ശ്രമിക്കുന്നതെന്ന് കണ്ടാൽ ദേ മൈറ്റ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് യുവർ കൈൻഡ്നെസ്. ഒരു പക്ഷേ നിന്റെ ദയാവായ്പിൽ നിന്ന് അവന് ഗുണകരമായ രീതിയിൽ പല അഡ്വാൻറ്റേജുകളും നേടിയെടുത്തേക്കാം. ഇഫ് യു ആർ ഷുവർ യുവർ എംപ്ലോയി ഡസൻറ്റ് വാണ്ട് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്, നിന്റെ തൊഴിലാളിക്ക് കുടി നിർത്തണമെന്ന് ആഗ്രഹമില്ലെങ്കിൽ, യു ക്യാൻ ഗോ എഹെഡ് ആൻഡ് ഫയർ ഹെർ. അവളെ പുറത്താക്കാനായിട്ട് നിനക്ക് ശ്രമിക്കാം. ദിസ് സൂണർ ദ ബെറ്റർ. അത് വളരെ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. യു ആർ ഡൂയിങ് ഹെർ എ ഫേവർ ബൈ കീപ്പിംഗ് ഹെർ ഓൺ ദ പേറോൾ. നിനക്ക് അവളെ നിന്റെ പേറോളിൽ കീപ്പ് ചെയ്തുകൊണ്ട് ഒരു ഫേവർ ചെയ്യേണ്ട ഒരു കാര്യമില്ല, ഒരു ആനുകൂല്യം കൊടുക്കേണ്ട കാര്യമില്ല. ആക്ച്വലി ഫയറിങ് ഹെർ മേ എൻഡ് അപ്പ് ബീയിങ് എ ബ്ലെസ്സിങ്സ്. അതായത് നീ അവളെ ഫയർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നീ അതൊരു ബ്ലെസ്സിങ് ആയിരുന്നു. ഇറ്റ് കുഡ് ബി ദ വേക്കപ്പ് കോൾ ഷീ നീഡ്സ്. അവൾക്ക് നൽകുന്ന ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം ഒരു പക്ഷേ അവള്
സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ അവൾക്കൊരു വേക്കപ്പ് കോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മോചനം നേടാനായിട്ട് ഒരു ഉപാധിയായി മാറിയേക്കാം. ഇൻ മൈ ഓൺ കേസ്, എൻ്റെ ഒരു കാര്യത്തിൽ പോലും നത്തിങ് മൈ കമ്പനി കുഡ് ഹാവ് ഡൺ വുഡ് ഹാവ് സ്റ്റോപ്ഡ് മീ ഫ്രം ഡ്രിങ്കിങ്. എൻ്റെ കമ്പനി, എന്നെ പുറത്താക്കിയ ഒരു കമ്പനി പോലും എൻ്റെ കുടിയേറി നിർത്തുന്നതിനായിട്ട് ഒന്നും സഹായിച്ചില്ല. ആസ് ലോങ് ആസ് ഐ കെപ്റ്റ് മൈ ജോബ്, ഞാൻ എൻ്റെ ജോലിയിൽ തുടരുകയും ചെയ്തു. ഐ കുഡ് ഇഗ്നോർ ഹൗ സീരിയസ് മൈ സിറ്റുവേഷൻ, ഞാൻ എത്രമാത്രം ഗൗരവപരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പോലും മറന്നുപോയി. If they had fired me first and I made sure I understood the solution explained in this book. ഒരു പക്ഷെ അവരെന്നെ പുറത്താക്കിയിരുന്നുവെങ്കിൽ ഞാൻ ഈ പറയുന്ന ബുക്കിലെ സൊല്യൂഷൻ സ്വീകരിച്ച് ഐ മൈറ്റ് ഹാവ് റിക്കവേർഡ് ഫാസ്റ്റർ, ഞാൻ വളരെ പെട്ടെന്ന് തന്നെ മോചിതനായേനെ. ഐ മൈറ്റ് ഹാവ് കം ബാക്ക് ടു വർക്ക് ആഫ്റ്റർ 6 months, നോ ലോങ്ങർ സിക്ക്. 6 മാസത്തിലൂടെയെങ്കിലും ഞാൻ തിരിച്ചു വന്നേനെ, ഞാൻ ഒരിക്കലും സിക്കായി അല്ലെങ്കിൽ രോഗിയായി തുടരുകയില്ലായിരുന്നു. ഇഫ് യു തിങ്ക് യുവർ എംപ്ലോയി മേ വാണ്ട് ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ്, നിന്റെ എംപ്ലോയിക്ക് കൂടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ദർ ഈസ് ഹോപ്പ്, അവിടെ ഒരു പ്രതീക്ഷയുണ്ട്. മെനി പീപ്പിൾ ഡു വാണ്ട് ടു സ്റ്റോപ്പ്, ധാരാളം ആളുകൾക്ക് കൂടി നിർത്തണമെന്നുണ്ട്. ആൻഡ് ആസ് ദർ മാനേജർ ഓർ സൂപ്പർവൈസർ യു ക്യാൻ ഹെൽപ്പ് ദം. അപ്പോൾ മാനേജർ സൂപ്പർവൈസർ എന്ന രീതിയിൽ നിങ്ങൾക്ക് അവനെ സഹായിക്കാൻ കഴിയും. ട്രീറ്റിംഗ് ദം വിത്ത് അണ്ടർസ്റ്റാൻഡിങ് വിൽ ബെനിഫിറ്റ് ബോത്ത് ദം ആൻഡ് യു. അപ്പോൾ അവരെ അവരെ പരിഗണിക്കുക, മനസ്സിലാക്കുക, അത് രണ്ടും നിങ്ങളെയും അവരെയും തൊഴിലാളിയെയും സഹായിക്കും. അടുത്ത പാർട്ട്, ഹൗ ടു ടോക്ക് വിത്ത് ആൻ ആൽക്കഹോളിക് എംപ്ലോയി. പ്ലീസ്. നമ്മളെ വായിക്കുമോ? വായിക്കാം. ഹൗ ടു ടോക്ക് ആൻ ആൽക്കഹോളിക് എംപ്ലോയി. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു മനുഷ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടാകാം. അയാൾക്ക് മദ്യപാനം ഉപേക്ഷിക്കണമെന്നുണ്ട്, നിങ്ങൾക്ക് അയാളെ സഹായിക്കണമെന്നുമുണ്ട്. അത് നിങ്ങളുടെ സ്വന്തം കാര്യാലാപത്തിന് വേണ്ടിയാണെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ അമിത മദ്യപാന ശക്തിയെക്കുറിച്ച് ധാരാളം അറിയാം. അയാളുടെ പഴയകാല ചെയ്തികൾ വിസ്മരിക്കാൻ നിങ്ങൾ തയ്യാറാണ്. താഴെ പറയുന്നത് പോലെയുള്ള ഒരു സമീപനം ഒന്ന് ചിന്തിച്ചു നോക്കുക. അയാളുടെ കുടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാമെന്നും അത് നിർത്തണമെന്നും അയാളോട് പറയുക. അയാളുടെ കഴിവുകളെ നിങ്ങൾ അംഗീകരിക്കുന്നുവെന്നും അത് തുടരാൻ തയ്യാറാണെന്നും. പക്ഷേ കുടി തുടർന്നാൽ അത് കഴിയുകയില്ലെന്നും പറയുക. ഈ കാര്യത്തിനുള്ള ഒരു ഉറച്ച മനസ്ഥിതി ഞങ്ങളെ പലരെയും ഇക്കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ പ്രസംഗിക്കാനോ ധാർമ്മിക പ്രഭാഷണം നടത്താനോ നേരത്തെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് അയാളോട് പറയണം. സാധിക്കുമെങ്കിൽ അയാളോട് യാതൊരു വിധത്തിലുള്ള കടുത്ത തോന്നലുകളുമില്ലെന്ന് പറയുക. ഈ ഘട്ടത്തിൽ അമിത മദ്യപാന ശക്തി എന്ന രോഗത്തെക്കുറിച്ച് അയാളോട് വിശദീകരിക്കുന്നത് നല്ലതാണ്. അയാൾ ഒരു കടുത്ത രോഗിയാണ് എന്ന കാര്യം അയാളോട് പറയുക. മാരകമായ രീതിയിൽ രോഗിയായതുകൊണ്ട് അയാൾക്ക് രോഗശമനം ആവശ്യമേ ഇല്ലെന്ന് അയാളോട് എടുത്തു ചോദിക്കുക. നിങ്ങൾ അങ്ങനെ ചോദിക്കണം, കാരണം വളരെയേറെ ദുഷിപ്പിക്കപ്പെടുകയും ലഹരി പദാർത്ഥങ്ങൾ അകത്ത് ചെല്ലുകയും ചെയ്തിട്ടുള്ള ഒരു ആൽക്കഹോളിക് ഒരിക്കലും മദ്യം ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ള കൂട്ടത്തിലുള്ളവനായിരിക്കുകയില്ല. പക്ഷെ അയാൾ അതിന് തയ്യാറാകുമോ? അയാൾ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? മദ്യം എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിനായി സുഖം പ്രാപിക്കാനുള്ള എന്തിനും അയാൾ കീഴ്പ്പെടുമോ? അയാൾ അതെ എന്ന് പറയുകയാണെങ്കിൽ അത് ശരിക്കും അർത്ഥമാക്കുന്നുണ്ടോ എന്നറിയണം. അഥവാ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾ നിങ്ങളെ വിഡ്ഢിയാക്കുകയാണെന്ന് കരുതുകയും കുറേ നാളത്തെ വിശ്രമത്തിനും ചികിത്സയ്ക്കും ശേഷം ഇടയ്ക്കൊക്കെ അല്പാൽപം കഴിച്ചുകൊണ്ട് അയാൾക്ക് സുഖമായി മുന്നോട്ട് പോകാമെന്ന് കരുതുന്നുണ്ടോ എന്ന കാര്യം ശരിക്കറിയണം. ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഒരു മനുഷ്യൻ ശരിക്കും പരിശോധിക്കപ്പെടണം എന്നാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്. നിങ്ങളെയോ അയാളെ തന്നെയോ അയാൾ വഞ്ചിക്കുന്നില്ല എന്ന കാര്യം ഉറപ്പുവരുത്തുക. ഈ പുസ്തകത്തെക്കുറിച്ച് അയാളോട് സൂചിപ്പിക്കണമോ വേണ്ടയോ എന്നത് നിങ്ങളുടെ വിവേചനത്തിൽപ്പെടുന്ന കാര്യമാണ്. അയാൾ കുടി നിർത്തുന്നതിന് കാലതാമസം വരുത്തുകയും തനിക്കിനിയും കുടിക്കാൻ പറ്റുമെന്ന് കരുതുകയും അത് ബിയറാണെങ്കിൽ പോലും അയാളുടെ അടുത്ത കുടിക്ക് ശേഷം അയാൾ ഒരു അമിത മദ്യാസക്തനാണെങ്കിൽ തീർച്ചയായും അതുണ്ടാകും. അയാളുടെ പുറകെ നടക്കുന്ന ഏർപ്പാട് ഉപേക്ഷിക്കണം. ഒന്നുകിൽ സുഖം പ്രാപിക്കാൻ കഴിയുകയോ സുഖം പ്രാപിക്കാൻ പറ്റുകയോ ചെയ്യുന്ന ഒരാളുമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും സുഖം പ്രാപിക്കാനിടയില്ലാത്ത ഒരാളുമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെടുന്നത്. സുഖം പ്രാപിക്കാനിടയില്ലാത്ത ഒരാളുടെ കാര്യത്തിലാണെങ്കിൽ എന്തിനു വെറുതെ സമയം മെനക്കെടുത്തണം? ഇത് വളരെ കഠോരമായിട്ട് തോന്നാം, പക്ഷേ ഏറ്റവും നല്ല രീതി ഇത് തന്നെയാണ്. നിങ്ങൾ സുഖപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് യഥാർത്ഥത്തിൽ രോഗശമനം വേണമെന്ന് ആഗ്രഹമുണ്ടാക്കുകയും അതിനുവേണ്ടി എത്ര ദൂരം മുന്നോട്ട് പോകുവാനും അയാൾ സന്നദ്ധ കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ഒരു പ്രവർത്തന പദ്ധതി നിങ്ങൾ നിർദ്ദേശിക്കാവുന്നതാണ്. കാരണം കുടിക്കുന്ന അമിത മദ്യപാന രോഗികൾക്ക് അത് കുടിച്ചു കൂത്താടൽ കഴിഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് ഒരളവോളം ശാരീരികമായ ചികിത്സ അഭിലഷണീയവും
അനിവാര്യവുമാണ്. ശാരീരിക ചികിത്സയുടെ കാര്യം വേണ്ട സമയത്ത് നിങ്ങളുടെ തന്നെ ഡോക്ടറെ ഏൽപ്പിക്കുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിലുള്ള ഏത് രീതിയിലുള്ള ചികിത്സയുടെയും ലക്ഷ്യം മദ്യം ബാധിച്ചിരിക്കുന്ന ശരീരവും മനസ്സും ശക്തമായി ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. യോഗ്യരായവരുടെ പക്കൽ ഇത് വളരെ കുറച്ചു സമയം കൊണ്ട് മാത്രം തീരുന്നതും വളരെ കുറച്ചു മാത്രം പണച്ചെലവ് വരുന്നതുമായ ഒന്നാണ്. ശരിയായ രീതിയിൽ ചിന്തിക്കാൻ കഴിയുകയും മദ്യത്തെക്കുറിച്ച് ഒട്ടും ആഗ്രഹം തോന്നാതിരിക്കുകയും ചെയ്യുന്ന ഒരു ശാരീരികാവസ്ഥയിൽ അയാളെ എത്തിച്ചാൽ അയാൾക്ക് വളരെ പെട്ടെന്ന് പുരോഗതി പ്രാപിക്കും. അത്തരത്തിലുള്ള ഒരു പദ്ധതി നിങ്ങൾ നിർദ്ദേശിക്കുകയാണെങ്കിൽ ചികിത്സയ്ക്കുള്ള ചെലവ് തൊഴിലുടമയായ നിങ്ങൾ മുൻകൂറായി നൽകേണ്ടി വരും. പക്ഷേ ഞങ്ങൾ കരുതുന്നത് അങ്ങനെ മുൻകൂറായി കൊടുക്കുന്ന പണം അയാളുടെ ശമ്പളത്തിൽ നിന്ന് പിന്നീട് കുറവ് ചെയ്യുമെന്ന് അയാളോട് നേരത്തെ വെളിപ്പെടുത്തണമെന്നാണ്. അയാളുടെ കാര്യത്തിലുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും അയാൾക്ക് നൽകേണ്ടതാണ്. നിങ്ങളുടെ നിർദ്ദേശം അയാൾ സ്വീകരിക്കുകയാണെങ്കിൽ ശാരീരിക ചികിത്സ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് എന്ന് അയാളോട് പറയണം. ലഭ്യമായ ഏറ്റവും നല്ല ചികിത്സയാണ് നിങ്ങൾ അയാൾക്കായി നൽകുന്നതെങ്കിലും ഒരു മനസ്സുമാറ്റത്തിന് അയാൾ വിധേയനാകേണ്ടതുണ്ട് എന്ന് അയാളെ പറഞ്ഞു മനസ്സിലാക്കണം. മദ്യത്തിൽ നിന്ന് മോചിതനാകുന്നതിന് ചിന്തയിലും മനോഭാവത്തിലും ഒരു പരിവർത്തനം ആവശ്യമായിട്ടുണ്ട്. മറ്റെന്തിനേക്കാളും മുകളിൽ രോഗവിമുക്തിയെ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം രോഗവിമുക്തി ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കുടുംബവും ബിസിനസ്സുമൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുമായിരുന്നു. രോഗവിമുക്തി പ്രാപിക്കാനുള്ള അയാളുടെ കഴിവിൽ നിങ്ങൾക്ക് പരസ്പര വിശ്വാസമുണ്ടോ? ഈ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അയാളുടെ വ്യക്തിപരമായ കാര്യമാണെന്നും അമിത മദ്യപാന രോഗി എന്ന നിലയ്ക്ക് അയാൾക്കുണ്ടാകുന്ന വീഴ്ചകളെക്കുറിച്ചും ഉടനെ ആരംഭിക്കാൻ പോകുന്ന അതിനെക്കുറിച്ചുള്ള ചികിത്സയെക്കുറിച്ചുമൊക്കെ അയാളുടെ സമ്മതമില്ലാതെ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടില്ല എന്നുമുള്ള ഒരു മനോഭാവം ഉണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അയാൾ മദ്യവിമുക്തിയിലേക്ക് എത്തിയതിന് ശേഷം അയാളുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നത് നന്നായിരിക്കും. ഓക്കെ, ഹൗ ടു ടോക്ക് വിത്ത് ആൻ ആൽക്കഹോളിക് എംപ്ലോയി, അതായത് ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു തൊഴിലാളിയോട് എങ്ങനെ സംസാരിക്കണം എന്നതാണ് അടുത്ത ഭാഗത്ത് വിശദീകരിക്കുന്നത്. ലെറ്റ്സ് സേ യു ഹാവ് ആൻ എംപ്ലോയി ഇൻ മൈൻഡ്. നിങ്ങളുടെ മനസ്സിലൊരു തൊഴിലാളി ഉണ്ടെന്ന് കരുതുക. ഹി വാണ്ട്സ് ടു ക്വിറ്റ് ഡ്രിങ്കിങ് ആൻഡ് യു വാണ്ട് ടു ഹെൽപ്പ് ഹിം. അവന് കൂടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, നിനക്ക് അവനെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇഫ് യുവർ ഡിസൈർ ടു ഹെൽപ്പ് ഈസ് മോർ അബൌട്ട് ഹെൽപ്പിംഗ് ദ ബിസിനസ് ദാൻ ഹെൽപ്പിംഗ് ഹിം ആസ് എ പേഴ്സൺ, ദാറ്റ്സ് വൈ. ഒരു പക്ഷേ നിനക്ക് അവനെ സഹായിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്റെ ബിസിനസ്സിനെ അവൻ സഹായിക്കുന്നത് കൊണ്ടായിരിക്കാം ഇവനെ സോബറാക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നത്. അത് ഓക്കെ, അത് ശരിയാണ്. നൗ യു നോ മോർ അബൌട്ട് ആൽക്കഹോളിസം. നിനക്കിപ്പോൾ മദ്യാസക്തിയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാം. യു ക്യാൻ സീ ദാറ്റ് ഹിസ് മെന്റലി ആൻഡ് ഫിസിക്കലി സിക്ക്. നിനക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, അത്തരം ആളുകൾ മാനസികവും ശാരീരികവുമായും രോഗികളാണ്. യു ആർ വില്ലിംഗ് ടു ഓവർലുക്ക് ഹിസ് പാസ്റ്റ് മിസ്റ്റേക്ക്. അതായത് അവന്റെ കഴിഞ്ഞ കാല തെറ്റുകളിലേക്ക് നീ ശ്രദ്ധ ചെലുത്തരുത്. It is one way you could begin talking with him about his problem. ഇങ്ങനെയാണ് ഒരു രീതിയിൽ അവനോട് നിനക്ക് ഇങ്ങനെ സംസാരിക്കാം. Say that, ഇങ്ങനെ പറയാം. Say that you know about his drinking and that is must stop. അതായത് എനിക്കറിയാം നീ ഭയങ്കര കുടിയാണ്, നീ ആ കുടി നീ നിർത്തണം. You might say you recognize his talent and would like to keep him as an employee. നിന്റെ ടാലന്റ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അത് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിന്നെ എനിക്ക് എൻ്റെ തൊഴിലാളിയായിട്ട് എന്നെ തുടർച്ചയായിട്ട് വേണം. ബട്ട് കനോട്ട് ഇഫ് ഹി കണ്ടിന്യൂസ് ടു ഡ്രിങ്ക്. പക്ഷെ നീ കുടിക്കുകയാണെങ്കിൽ എനിക്ക് അതിന് സാധിക്കാതെ വരും. ഇറ്റ് വിൽ ഹെൽപ്പ് ടു കീപ്പ് എ ഫേം ആറ്റിറ്റ്യൂഡ് വൈൽ സെയിങ് ദിസ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഒരു അനുഭാവപൂർണമായ സമീപനമാണ് നമ്മൾ അവരോട് സ്വീകരിക്കേണ്ടത്. നെക്സ്റ്റ്, അടുത്തതായിട്ട് റീഅഷ്യൂർ ഹിം ദാറ്റ് യു ഡോണ്ട് വാണ്ട് ടു ലെക്ചർ, മോറലൈസ് ഓർ ജഡ്ജ് ഹിം. അതായത് നിന്നെ ഒരു പാഠം പഠിപ്പിക്കുകയോ നിനക്ക് ധാർമ്മിക പ്രബോധനം നൽകുകയോ നിന്നെ കാര്യങ്ങളെല്ലാം വിധിക്കുകയോ നിന്റെ പ്രവർത്തികളെ പറ്റി വിധി കൽപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സേ ദാറ്റ് ഇഫ് യു ഡിഡ് ദിസ് ഇസ് ദ പാസ്റ്റ് and the past it was because you misunderstood his problem. അതായത് ഞാനിത് കഴിഞ്ഞ കാലത്ത് ചെയ്തിരുന്നു, ഇങ്ങനെ ലെക്ചർ ആവാനും ധാർമ്മികമായ പ്രബോധനങ്ങളെല്ലാം നടത്തിയിരുന്നു. കാരണം നിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇഫ് ഇറ്റ്സ് ദ ട്രൂത്ത് ഫോർ യു, ഇത് നിനക്ക് സത്യസന്ധമായി ഇത് ചെയ്യുകയാണെങ്കിൽ ടെൽ ഹിം ദർ ആർ നോ ഹാർഡ് ഫീലിങ്സ്. നിനക്കും അവനുമായിട്ട് യാതൊരുവിധ വൈകാരിക പ്രശ്നങ്ങളുമില്ല. അറ്റ് ദിസ് പോയിന്റ്, ഈ സമയത്ത് ഇറ്റ് മൈറ്റ് ഹെൽപ്പ് ടു എക്സ്പ്ലെയിൻ ആൽക്കഹോളിസം ആസ് ആൻ ഇൽനെസ്. ഇതേ സമയത്ത് ഈ രോഗിയോട് നിനക്ക് മദ്യാസക്തിയെ പറ്റി വിശദീകരിക്കാം. സേ ദാറ്റ്, ഇങ്ങനെ പറയാം, യു ബിലീവ് ഹി ഈസ് എ സീരിയസ്ലി ഇൽ പേഴ്സൺ. അതായത് നീ വളരെ ഗൗരവമായ ഒരു രോഗമുള്ള വ്യക്തിയാണ്. ആൻഡ് ക്വിക്ക്ലി ആഡ്, മറ്റൊരു കാര്യം പെട്ടെന്ന് തന്നെ ആഡ് ചെയ്യണം, സിൻസ് ദിസ് ഇൽനെസ് മേ ബി ഫാറ്റൽ, ഡു യു വാണ്ട് ടു ഗെറ്റ് വെൽ. അതായത് ഇതിങ്ങനെ വളരുന്ന രോഗമാണ്, തുടർച്ചയായിട്ടുള്ള രോഗമാണ്, അതുകൊണ്ട് നിനക്ക് കുടി നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ സുബോധവാനാണോ എന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുക. ടെൽ ഹിം
you are asking because many alcoholics feel so wrapped and drugged they don't want to quit. അതായത് ഞാനത് ചോദിക്കാനുള്ള കാരണം പല ആൽക്കഹോളിക്കിനും ഇതിനകത്ത് തുടരാനും അല്ലെങ്കിൽ മദ്യാസക്തി കൊണ്ട് പൊതിഞ്ഞു സൂക്ഷിക്കപ്പെട്ട പല ആൽക്കഹോളിക്കിനും ഇതിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹമില്ല. ബട്ട് ഡസ് ഹി, നിനക്ക് ആഗ്രഹമുണ്ടോ? വിൽ ഹി ടേക്ക് എവരി നെസസറി സ്റ്റെപ്പ്? നിനക്ക് എല്ലാ തരത്തിലുള്ള മാർഗവും സ്വീകരിക്കാൻ നീ തയ്യാറാണോ? വിൽ ഹി ഡു എനിത്തിങ് ടു ഗെറ്റ് വെൽ? നിനക്ക് ഇങ്ങനെ സുഖപ്പെടാനായിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണോ? ടു സ്റ്റോപ്പ് ഡ്രിങ്കിങ് ഫോർ എവർ, എന്നേക്കുമായി കുടി നിർത്താനായിട്ട് എന്ത് സ്റ്റെപ്പും ചെയ്യാനും നീ തയ്യാറാണോ? ഇഫ് ഹി സേസ് യെസ്, ഡസ് ഹി റിയലി മീൻ ഇറ്റ്? അവൻ എസ് എന്ന് പറഞ്ഞാൽ അത് അവന് ശരിയായ അർത്ഥമാണെന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? ഓർ ഡീപ് ഡൗൺ ഇൻസൈഡ് ഡസ് ഹി തിങ്ക് ഹി ഈസ് ഫൂളിങ് യു? അല്ലെങ്കിൽ അവന്റെ സംസാരത്തിലൂടെ നീ മനസ്സിലാക്കുന്നുണ്ടോ അവൻ നിന്നെ മണ്ടനാക്കുകയാണെന്ന്? Does he think that after rest and treatment, he will be able to get away with a few drinks now and then? അതായത് അവന്റെ ഒരു വിചാരം കുറച്ചു കാലം കൂടി നിർത്തിയതിന് ശേഷം, ഒരു ട്രീറ്റ്മെന്റ് ചികിത്സയൊക്കെ എടുത്തതിന് ശേഷം, വിശ്രമിച്ചതിന് ശേഷം വീണ്ടും കുടിക്കാനായിട്ട് ഫ്യൂ ഡ്രിങ്ക്സ് നൗ ആൻഡ് ദെൻ പിന്നീട് കുറച്ചു കൂടിയെങ്കിലും കുടിക്കാൻ സാധിക്കും തോന്നുന്നുണ്ടോ? വി ബിലീവ് പീപ്പിൾ ഷുഡ് ബി തറോലി ക്വസ്റ്റ്യൻഡ് അബൌട്ട് ദീസ് തിങ്സ്. ഞാൻ വിചാരിക്കുന്നത് ഇത്തരം ആളുകളോട് ഇത്തരം ചോദ്യങ്ങൾ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. ഫീൽ അബ്സല്യൂട്ട്ലി സർട്ടൻ ഹി ഈസ് നോട്ട് ലൈങ് ടു ഹിംസെൽഫ് ഓർ ടു യു. അതായത് അവനോടോ നിങ്ങളോടോ നുണ പറയുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരണം. ഇറ്റ് ഈസ് അപ് ടു യു ഇഫ് യു വാണ്ട് ടു മെൻഷൻ ദിസ് ബുക്ക്. ഈ ബുക്കിനെ പറ്റി അവനോട് പറയേണ്ടത് നിങ്ങളിൽ അധിഷ്ഠിതമാണ്. ഇഫ് യുവർ എംപ്ലോയി സീംസ് ടു തിങ്ക് ഹി ക്യാൻ ഡ്രിങ്ക് അഗൈൻ സം ഡേ ഈവൻ ബിയർ ഹി ഡസന്റ് റിയലി വാണ്ട് ഹെൽപ്പ്. അതായത് നിന്റെ എംപ്ലോയി അല്ലെങ്കിൽ നിന്റെ തൊഴിലാളി ഇങ്ങനെ ചിന്തിക്കണം, വല്ലപ്പോഴും ഒരു ബിയർ അടിക്കാം, അല്ലെങ്കിൽ അവനൊരു സഹായം ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ യു ക്യാൻ ഫയർ ഹി ആഫ്റ്റർ ഹിസ് നെക്സ്റ്റ് ബെൻഡർ. അടുത്ത അവന്റെ കുടിയേക്ക് ശേഷം നീ ഫയർ ചെയ്യാം. ആൻഡ് ആസ് ആൻ ആൽക്കഹോളിക്, ഒരു മദ്യാസക്തനാണെങ്കിൽ ഹി ഈസ് ഓൾമോസ്റ്റ് സെർട്ടൻ ടു ഹാവ് വൺ. അവന് ഒരു പക്ഷേ ഇതോടനോടകം ഏതെങ്കിലും ജോലിയിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടിട്ടുണ്ടാകാം. ടെൽ ഹിം ദിസ് ഈസ് യുവർ പ്ലാൻ. ഇതാണ് നിന്റെ പ്ലാൻ എന്ന് അവനോട് പറയുക. ആൻഡ് മേക്ക് ഷുവർ ഹി അണ്ടർസ്റ്റാൻഡ് യുവർ കംപ്ലീറ്റ്ലി. ആൻഡ് അവന് നിന്നെ പൂർണ്ണമായും മനസ്സിലായി, അല്ലെങ്കിൽ നീ പറയുന്ന കാര്യം പൂർണ്ണമായും മനസ്സിലായി എന്ന് നീ ഉറപ്പുവരുത്തണം. യു ആർ എയ്തർ ഡീലിംഗ് വിത്ത് എ പേഴ്സൺ, ഒരു മനുഷ്യനോട് ഡീലിംഗ് ഹൂ ക്യാൻ ആൻഡ് വിൽ ഗെറ്റ് വെൽ. അതായത് നീ ഇപ്പോൾ ഒരു മനുഷ്യനോട് സുഖപ്പെടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനോടാണ് ഇടപെടണമെങ്കിൽ, ഓർ യു ആർ നോട്ട്, ആൻഡ് ഇഫ് നോട്ട് വൈ വേസ്റ്റ് ടൈം വിത്ത് ഹിം. അതായത് ഒരു മനുഷ്യന് സുഖപ്പെടാനാണ് ആഗ്രഹിക്കുന്നവരോട് ആണെങ്കിലും നിനക്ക് പ്രവർത്തിക്കാം. ചില ആളുകൾ അങ്ങനെ അല്ലാത്തവരോട് എന്തിനാണ് പ്രവർത്തിച്ച് സമയം കളയുന്നത്? ദിസ് മേ സീം സെവിയർ ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ദ ബെസ്റ്റ് പ്ലാൻ. ഇത് നമുക്ക് ചിലപ്പോൾ ഗൗരവമായിട്ടൊക്കെ തോന്നും, അല്ലെങ്കിൽ ദുരിതമായിട്ട് തോന്നും, പക്ഷെ ഇതാണ് ഏറ്റവും നല്ല പ്ലാൻ. When you are sure that your employee truly wants to recover and that he will take action to do so, you can suggest the next steps. അതായത് നിന്റെ തൊഴിലാളി തീർച്ചയായും മദ്യപാനം നിർത്താൻ ആഗ്രഹമുള്ളവനും ഏതെങ്കിലും സ്റ്റെപ്പ് അതിന് ചില പ്രവൃത്തികൾ ചെയ്യാൻ തയ്യാറാവാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത പടിയിലേക്ക് കടക്കാം. ഫോർ മോസ്റ്റ് ആൽക്കഹോളിക്സ് ഹു ആർ ഡ്രിങ്കിങ്, ധാരാളം ആളുകൾ കുടിക്കുന്നവര്, ഓർ ഹു ആർ ജസ്റ്റ് ഗെറ്റിംഗ് ഓവർ എ സ്പ്രീ, അല്ലെങ്കിൽ മദ്യാസക്തിയുടെ ഒരു മതിച്ചുള്ള സിക്കലിന് ശേഷം അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഈസ് ഹെൽപ്ഫുൾ. അവർക്ക് ഒരു പക്ഷേ ഈ പറയുന്ന വൈദ്യശാസ്ത്രപരമായ ചികിത്സ സഹായകരമാവും. സംടൈംസ് ഇറ്റ്സ് അബ്സല്യൂട്ട്ലി നെസസറി. ചില സമയത്ത് ഇത് അവർക്ക് തീർച്ചയായും വേണ്ടി വരും. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ക്യാൻ ടേക്ക് മെനി ഫോംസ്. അതായത് വൈദ്യശാസ്ത്രപരമായ ചികിത്സകൾ പലതരത്തിലുണ്ട്. ആൻഡ് യുവർ എംപ്ലോയീസ് ഡോക്ടർ, നിന്റെ തൊഴിലാളിയുടെ ഡോക്ടർ ക്യാൻ ഹെൽപ്പ് മേക്ക് ഡിസിഷൻ അബൌട്ട് വാട്ട് ടു ഡു. നിന്റെ തൊഴിലാളിയുടെ ഡോക്ടറാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ദ പർപ്പസ് ഇസ് ടു തറോലി ക്ലിയർ ദ മൈൻഡ് ആൻഡ് ബോഡി ഓഫ് ദ എഫക്റ്റ് ഓഫ് ആൽക്കഹോൾ. ഇതിന്റെ ലക്ഷ്യം ആൽക്കഹോൾ, മദ്യാസക്തി കൊണ്ട് തകർക്കപ്പെട്ട അവന്റെ മനസ്സിനെയും ശരീരത്തിനെയും ഒന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. മദ്യാസക്തി ബാധിച്ച അവന്റെ മനസ്സിനെ ശരീരത്തിനെ ക്ലിയർ ചെയ്യുക. യുവർ എംപ്ലോയി വിൽ ഡു ബെറ്റർ ഇഫ് ഹി ഈസ് ഏബിൾ ടു തിങ്ക് സ്ട്രൈറ്റ് ആൻഡ് നോ ലോങ്ങർ ക്രേവ്സ് ആൽക്കഹോൾ. നിന്റെ തൊഴിലാളി അവൻ സ്വയം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകും. അവന് കുടിയിൽ തുടരണമെന്ന് ആഗ്രഹമില്ലെങ്കിലും അല്ലെങ്കിൽ ആൽക്കഹോളിനോട് ഒരു ആർത്തി വരുന്നില്ല എങ്കിൽ അവൻ സ്വയം ഈ കാര്യങ്ങൾ ചെയ്തുകൊള്ളും. ഇഫ് യു സജസ്റ്റ് ദാറ്റ് യുവർ എംപ്ലോയി ട്രൈ സം കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ്, നിന്റെ തൊഴിലാളി നിന്നോട് ചില ട്രീറ്റ്മെന്റിനെ പറ്റി പറയുകയാണ്, യു ഷുഡ് കൺസിഡർ ഓഫറിംഗ് ടു ടെമ്പററി കവർ ദ കോസ്റ്റ്. നീ ഒരു പക്ഷേ അവനൊരു ചെറിയ തുക ഇത്തരം ചികിത്സയ്ക്കായി കൊടുക്കേണ്ടി വന്നേക്കാം. ബി ക്ലിയർ,
ഒരു കാര്യം വ്യക്തമാണ്, ദാറ്റ് യു എക്സ്പെക്ട് ഹിം ടു പേ ബാക്ക് ദിസ് കോസ്റ്റ് ഓർ ഓഫർ ടു ഡയറക്റ്റ് ഇറ്റ് ഫ്രം ഹിം ഹിസ് പേ ചെക്ക്. അതായത് അവനിങ്ങനെ പൈസ കൊടുക്കുമ്പോൾ തന്നെ അവന് പണം നമുക്ക് തിരിച്ചു തരണമെന്നും അല്ലെങ്കിൽ ഈ പേ ചെക്കിൽ നിന്ന് ഞങ്ങൾ കുറയ്ക്കുമെന്നും പറയണം. ഇറ്റ് ഈസ് ബെറ്റർ ഫോർ ഹിം ടു ഫീൽ ഫുള്ളി റെസ്പോൺസിബിൾ ഫോർ എനി ട്രീറ്റ്മെന്റ്. ഇത് അവന് ഉത്തരവാദിത്വം ഉണ്ടാക്കിയെടുക്കും. അതായത് ചികിത്സയിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാക്കിയെടുക്കും. ഇഫ് യുവർ എംപ്ലോയി അക്സെപ്റ്റ് യുവർ ഓഫർ, ഈ എംപ്ലോയി നിന്റെ ഓഫർ സ്വീകരിക്കുകയാണ്, പോയിന്റ് ഔട്ട് ദാറ്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഈസ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ പിക്ചർ. അതായത് വൈദ്യശാസ്ത്രമായ ചികിത്സ ഈ പറയുന്ന ചിത്രത്തിലെ ഒരു പാർട്ടാണ്. എലോങ് വിത്ത് എക്സലന്റ് മെഡിക്കൽ കെയർ, ഒരു വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ഒരു ഉന്നത ചികിത്സയ്ക്ക് ശേഷം he should understand that he must have a true change of heart. അവനൊരു കാര്യം മനസ്സിലാക്കണം, അവന്റെ ഹൃദയം പൂർണ്ണമായും മാറണം. ടു ഗെറ്റ് ഓവർ ഡ്രിങ്കിങ്, അതിൽ ഈ പറയുന്ന മദ്യാസക്തിയിൽ നിന്ന് മോചനം നേടണമെങ്കിൽ he needs a transformation of both thought and attitude. അവന്റെ ചിന്തകളിലും മനോഭാവങ്ങളിലും ഒരു മാറ്റം വരുത്തണം. ഓൾ ഓഫ് us who have recovered had to focus on recovery above everything. അതുകൊണ്ട് തന്നെ ഞങ്ങളിലെ മോചിതരായ ആളുകൾ ഇത്തരം കാര്യങ്ങളിലാണ് വീണ്ടെടുക്കലിന് ശേഷം ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ഓഫ് ബോത്ത് തോട്ട് ആൻഡ്, ചിന്തകളിലും മനോഭാവങ്ങളിൽ മാറ്റം ഉണ്ടാക്കാനാണ് തുടർച്ചയായി ശ്രമിക്കുന്നത്. ആൻഡ് വിത്തൗട്ട് റിക്കവറി, മോചനം കൂടാതെ വി വുഡ് ഹാവ് ലോസ്റ്റ് ബോത്ത് അവർ ഹോംസ് ആൻഡ് ബിസിനസ്, നമ്മുടെ വീടും നമ്മുടെ ബിസിനസ്സും നഷ്ടപ്പെടും. ആർ യു ഫുള്ളി ആൻഡ് കംപ്ലീറ്റ്ലി കോൺഫിഡന്റ് ഇൻ ഹിസ് എബിലിറ്റി ടു റിക്കവർ? നിനക്ക് അവന്റെ ഈ പറയുന്ന വിമോചനത്തിന് പൂർണ്ണമായ അവന് നല്ല വിശ്വാസം ഉണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആൻഡ് ക്യാൻ യു പ്രോമിസ് ഹിം ദാറ്റ് യു വിൽ ട്രീറ്റ് ദിസ് ആസ് എ സ്ട്രിക്ട്ലി പേഴ്സണൽ മാറ്റർ? അപ്പൊ അവനങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവന് നിനക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റും അവനെ ട്രീറ്റ് ചെയ്യുക സ്ട്രിക്ട്ലി പേഴ്സണൽ മാറ്റർ, അവന്റെ ഒരു വ്യക്തിപരമായ കാര്യമായിട്ട് അത് നിനക്ക് ചിന്തിക്കാം. ക്യാൻ യു പ്രോമിസ് ഹിം ദാറ്റ് യു വിൽ ട്രീറ്റ് ദിസ് ആസ് എ സ്ട്രിക്ട്ലി പേഴ്സണൽ മാറ്റർ? അതായത് വ്യക്തിപരമായ ഒരു കാര്യമാണ്, അപ്പൊ അത് പേഴ്സണലായിട്ട് തന്നെ വ്യക്തിപരമായിട്ട് തന്നെ സൂക്ഷിക്കും എന്ന് അവനോട് പറയണം. ദാറ്റ് ഹിസ് ആൽക്കോഹോൾ മിസ്റ്റേക്സ് ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഹി വിൽ എക്സ്പീരിയൻസ് വിൽ നെവർ ബി ഡിസ്കസ്ഡ് വിത്തൗട്ട് ഹിസ് കൺസെന്റ്. അതിനർത്ഥം അവന്റെ സമ്മതം കൂടാതെ അവന്റെ ഈ ചികിത്സയെ പറ്റിയോ അവന്റെ അനുഭവങ്ങളോ മറ്റുള്ളവരുമായി നീ ഒരിക്കലും പങ്കുവെക്കരുത്, ചർച്ച ചെയ്യരുത്. യു മൈറ്റ് വാണ്ട് ടു ടോക്ക് ടു ഹിം വെൻ ഹി കംസ് ബാക്ക് ഫ്രം ട്രീറ്റ്മെന്റ്. അവൻ ചികിത്സയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഇതിനെ പറ്റിയും സംസാരിക്കണം, അല്ലെങ്കിൽ അവനോട് സംസാരിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ നമ്മുടെ ടു എംപ്ലോയേഴ്സ് എന്നുള്ള ഭാഗത്തിന്റെ ഒരു ഭാഗം അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗം അടുത്ത ആഴ്ച സംസാരിക്കാം. താങ്ക് യു.